എന്നാൽ ശുദ്ധ നുണ തട്ടിവിട്ട മൗലവി അദ്ദേഹം പറയുന്ന വേറൊരു നുണ ആണ് ഇനി കേൾപ്പിക്കാൻ പോകുന്നത്. അത് എന്നെ സംബന്ധിച്ചല്ല. അദ്ദേഹം പറയുന്നത് ബഹുമാനപ്പെട്ട മർഹൂം സദഖത്തുള്ള മുസ്ലിയാർ, കീഴ ഉസ്താദ് തുടങ്ങിയ മഹാന്മാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ്. അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്നെ പറയലാണെങ്കിലും വാസ്തവത്തിൽ ആ ആക്ഷേപം പോയി തരിക്കുന്നതും ആ കള്ളം പറയുന്നതും വഫാത്തായി പോയ 2 മഹാപണ്ഡിതന്മാരെ സംബന്ധിച്ച അത് നിങ്ങൾ ആദ്യമായി ഒന്ന് കേൾക്കുക. അതുപോലെ തന്നെ എത്രത്തോളം ഇപ്പൊ എനിക്ക് കഴിഞ്ഞ പ്രസംഗത്തിൽ ഇദ്ദേഹം കീനയെ സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഹുസൈൻ സലഫി എടുത്തുദ്ധരിച്ചു അല്ലെ. ഇവർ സമസ്ഥാനിയെ സംബന്ധിച്ച് എത്രത്തോളം കൂറുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഇത് നാദാപുരത്ത് തന്നെ പ്രസംഗിച്ച ഒരു കാസറ്റ് നമ്മുടെ മുമ്പിലുണ്ട്. എന്ന് പറഞ്ഞാൽ നോട്ടിന്റെ സക്കാത്ത്, കറൻസിയുടെ സക്കാത്തിന്റെ വിഷയത്തിൽ ആര് പിന്നെ സംസ്ഥാനക്കാർക്ക് എന്താണ് കറൻസിയിൽ സക്കാത്തില്ല, നോട്ടിൽ സക്കാത്തില്ല എന്ന അഭിപ്രായക്കാരാണ്. ആ അഭിപ്രായത്തിന് ഗണ്ണിച്ചുകൊണ്ട് ഇയാൾ സദഖത്തുള്ളാഹിക്ക് കിതാബ് തിരിയില്ല എന്ന് പോലും പറഞ്ഞ വ്യക്തിയാണ്. അങ്ങനെ ഒരു നോട്ട് സൂക്ഷിച്ചവന് സക്കാത്ത് കൊടുക്കേണ്ടതില്ല എന്ന് പഴയ കാലത്ത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ ബഹുമാനപ്പെട്ട സദഖത്തുൽ മുസ്ലിയാർ പ്രവർത്തിച്ചിരുന്ന കാലത്ത് സമസ്ത എടുത്ത തീരുമാനത്തിന് വിരുദ്ധമായി ഒരു പുതിയ തീരുമാനം കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമ സദഖത്തുൽ മുസ്ലിയാർ അവരുടെ ജീവിതകാലത്ത് എടുത്തതായി വല്ല രേഖയും ഉണ്ടെങ്കിൽ ഈ മൗലവിയുടെ കൊണ്ടുവന്ന സലഫി അവരുടെ പുസ്തകത്തിൽ നിന്ന് അത് ഹാജരാക്കേണ്ടതാണ്. സദഖത്തുൽ മുസ്ലിയാർ അവരുടെ മരണത്തിന് ശേഷം സംസ്ഥാനയുടെ പേരിൽ ആരെങ്കിലും എന്തെങ്കിലും എഴുതിയതോ അല്ലെങ്കിൽ കീഴ ഉസ്താദിന്റെ പേരിൽ എന്തെങ്കിലും അവതാരികയോ മറ്റോ ആരെങ്കിലും എഴുതി പ്രസിദ്ധീകരിച്ചതോ അല്ല എന്റെ ചോദ്യം. ബഹുമാനപ്പെട്ട സദഖത്തുൽ മുസ്ലിയാർ അവറുകൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് മഹാനവറുകൾ പ്രസിദ്ധീകരിച്ചതിനോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട കീഴ ഉസ്താദിന്റെ സ്വന്തം കൈപ്പടയിൽ മഹാനവറുകൾ എഴുതി ഒപ്പിട്ടതോ ആയ ഒരു രേഖയോ അല്ലെങ്കിൽ അവർ പ്രസംഗിച്ച ഒരു കേസറ്റോ ഇങ്ങനെ നോട്ട് സൂക്ഷിച്ചവന് സക്കാത്ത് കൊടുക്കേണ്ടതില്ല എന്ന് ആ 2 മഹാന്മാര് പറഞ്ഞതായി ഉണ്ടെങ്കിൽ അതാണ് എനിക്ക് കാണണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടത്. മറ്റാരെങ്കിലും എന്തെങ്കിലും എഴുതി ആരുടെയെങ്കിലും പേരിൽ ചാർത്തിയതിനെ സംബന്ധിച്ച് എനിക്കിവിടെ ചോദ്യം ഇല്ല. മറ്റൊരു കാര്യം പറയാനുള്ളത്, സദഖത്തുൽ മുസ്ലിയാർക്ക് കിതാബ് തിരിയൂലാന്ന് ഞാൻ പറഞ്ഞതായിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് കേസറ്റ് ഉണ്ട് എന്നാണ്. അങ്ങനെ ഒരു കേസറ്റ് ഉണ്ടെങ്കിൽ അത് ഹാജരാക്കാൻ വേണ്ടി 1000 കുതിരശക്തിയോടുകൂടെ ഞാൻ വെല്ലുവിളിക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ആ മൗലവിയെ കൊണ്ടുവന്ന മൗലവിയും ആ കേസറ്റ് ജനങ്ങളുടെ മുന്നിൽ എന്റെ മുന്നിൽ ഹാജരാക്കി തെളിയിക്കേണ്ടതാണ് എന്നും ഞാൻ ഈ സമയത്ത് പറയുകയാണ്. കളവ് മാത്രമേ പറയുള്ളൂ എന്ന് മൗലവിമാര് തീരുമാനിച്ചത് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി സദഖത്തുൽ മുസ്ലിയാർ എന്ത് പറഞ്ഞു? കീഴ ഉസ്താദ് സംസ്ഥാനിയുടെ നേതാവാണെന്ന് പറയപ്പെടുന്ന കാലത്ത് സദഖത്തുൽ മുസ്ലിയാർ അവറുകൾ എന്ത് പറഞ്ഞു? നോട്ടിന്റെ സക്കാത്ത് കൊടുക്കണ്ടെന്നാ പറഞ്ഞത്, കൊടുക്കണമെന്നോ പറഞ്ഞത്? അതാണ് ഇനി ഞാൻ വായിക്കാൻ പോകുന്നത്. അത് സദഖത്തുൽ മുസ്ലിയാർ അവറുകളുടെ കാലഘട്ടത്തിൽ തന്നെ പ്രസിദ്ധീകരിച്ച നുസ്റത്തുൽ അനാമിൽ മഹാനവറുകൾ കൊടുത്ത ഫത്വ, ആ ഫത്വയിൽ നിന്നാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. കേട്ടോളൂ. ചോദ്യം: ടി മുഹമ്മദ് മുസ്ലിയാർ, കമ്പനി തൊഴിലാളികൾക്ക് കിട്ടാനുള്ള ബോണസിന് സക്കാത്ത് വേണ്ടതുണ്ടോ? തൊഴിലാളികൾക്ക് ബോണസ് എന്ന് പറഞ്ഞൊരു ഏർപ്പാടുണ്ട്. ഈ ഓണം, പെരുന്നാൾ തുടങ്ങിയതിനോടനുബന്ധിച്ച് ഈ തൊഴിലാളികൾക്ക് കൊടുക്കുന്ന സംഖ്യ, അതാണ് സാധാരണ നിരക്ക് ബോണസ് എന്ന് പറയാറുണ്ട്. പ്രത്യേക സന്ദർഭങ്ങളിൽ കൊടുക്കുന്ന സംഖ്യ. ആ സംഖ്യ കിട്ടിയിട്ട് സൂക്ഷിച്ചാൽ 1 വർഷം തികയുമ്പോൾ സക്കാത്ത് കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബോണസ് കയ്യിൽ കിട്ടിയതിന്റെ ശേഷമേ അവന്റെ ഉടമയിൽ വരികയുള്ളൂ. സക്കാത്ത് നിർബന്ധമാകുന്ന സംഖ്യ ബോണസ് കിട്ടുകയും അത് 1 വർഷം അവൻ കൈവശം വെച്ചിരിക്കുകയുമാണെങ്കിൽ സക്കാത്ത് നിർബന്ധമാകുന്നതാണ്. അപ്പോ
ബോണസ് എല്ലാവർക്കും അറിയാം. ബോണസ് എന്ന് പറയുന്ന സംഗതി വെള്ളിയുമല്ല പൊന്നുമല്ല, മറിച്ച് നോട്ടാണ് ഇവിടെ കൊടുക്കാറുള്ളതും വാങ്ങാറുള്ളതെന്ന് അത് സദഖത്തുൽ മുസ്ലിയാരവറുകൾക്കും അറിയാം, ജനങ്ങൾക്കും അറിയാം. മഹാനവറുകൾ ഈ നോട്ട് അഥവാ കറൻസി ബോണസ് വാങ്ങുന്ന ആളുടെ സക്കാത്തിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ നിർബന്ധമാണ് എന്ന് വിധി പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു ചോദ്യത്തിന്റെ മറുപടി നിങ്ങൾ കാണാം. പ്രോവിഡന്റ് ഫണ്ട് അവർക്ക് ഒരു വർഷത്തിൽ ഒരു മാസത്തിലുണ്ടാകുന്ന ശമ്പളത്തിന്റെ 25% ഗവൺമെന്റിൽ സ്വരൂപിച്ച് അതിൽ 12% തൊഴിലാളിയുടെ ശമ്പളത്തിൽ നിന്ന് കട്ട് ചെയ്തും 13% കമ്പനി വഹിച്ചുകൊണ്ടും അങ്ങനെയാണ് നമ്മൾ പല സ്ഥാപനങ്ങളിലും അതിന്റെ കണക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. എങ്ങനെയോ ആകട്ടെ, അവർക്ക് കിട്ടുന്ന ശമ്പളത്തിന്റെ ഒരു വിഹിതം സർക്കാർ പിടിച്ചുവെച്ച് അവസാനം അവർ പിരിഞ്ഞു പോകുന്ന സമയത്ത് അവർക്ക് അത് തിരിച്ചു കൊടുക്കുന്ന ഏർപ്പാടാണ് ഈ പ്രോവിഡന്റ് ഫണ്ട് പോലത്തത്. ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ കിട്ടിയ ശേഷമേ അവരുടെ ഉടമയിൽ പെടുകയുള്ളൂ. അതുകൊണ്ട് ഉടമയിൽ പെടാത്ത പ്രോവിഡന്റ് ഫണ്ട് മുതലായവർക്ക് സക്കാത്ത് കൊടുക്കേണ്ടതില്ല. അപ്പൊ ഉടമയിൽ പെട്ടതിനും കൊടുക്കണം. നോട്ടായതുകൊണ്ട് കൊടുക്കേണ്ട ആൾക്ക് സദഖത്തുൽ മുസ്ലിയാർ പറയുന്നില്ല. ഇനിയും നിങ്ങൾക്ക് കാണാം, അത് ഏത് ചോദ്യത്തിന്റെ മറുപടിയിലാ പറഞ്ഞത്? ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളത്തിൽ പ്രോവിഡന്റ് ഫണ്ട് എന്ന പേരിൽ പിടിച്ചു വെക്കുന്ന തുകക്ക് സക്കാത്ത് കൊടുക്കേണ്ടത് എപ്പോൾ? സംഖ്യ തിരിച്ചു കിട്ടിയതിന്റെ ശേഷമോ ഓരോ മാസത്തിന്റെയും തുകക്കുള്ള വർഷം പൂർത്തിയാകുമ്പോഴോ? അതിന്റെ മറുപടിയിലാ പറഞ്ഞത്, പ്രോവിഡന്റ് ഫണ്ട് പോലത്തത് ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ കിട്ടിയ ശേഷമേ അവരുടെ ഉടമയിൽ പെടുകയുള്ളൂ. അതുകൊണ്ട് ഉടമയിൽ പെടാത്ത പ്രോവിഡന്റ് ഫണ്ട് മുതലായവർക്ക് സക്കാത്ത് കൊടുക്കേണ്ടതില്ല. ഇനി നിങ്ങൾക്ക് കാണാം മറ്റൊരു ചോദ്യത്തിന്റെ മറുപടി 106-ാമത്തെ പേജിൽ. ചോദ്യം: ഒരാളിൽ നിന്ന് 5000 രൂപ കിട്ടാനുണ്ട്. അയാളോട് ചോദിക്കുമ്പോൾ തരാമെന്ന് പറയുന്നുമുണ്ട്. കിട്ടുമെന്ന വിശ്വാസത്തിൽ കഴിഞ്ഞ കൊല്ലം അതിന്റെ സക്കാത്ത് കൊടുത്തു. ഇപ്പോഴും തരാമെന്ന് പറയുന്നതല്ലാതെ സംഖ്യ കയ്യിൽ കിട്ടിയിട്ടില്ല. ഈ കൊല്ലവും അതിന് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ? ഉണ്ടെങ്കിൽ എത്ര വർഷം വരെ കിട്ടുമെന്ന വിശ്വാസത്തിൽ സക്കാത്ത് കൊടുക്കണം? ആ 5000 രൂപയിൽ 2.5% പ്രകാരം സക്കാത്ത് കൊടുത്തു. ആ 5000 രൂപയിൽ ലാഭമില്ലാത്തതിനാൽ ഈ കൊല്ലം 4875 രൂപക്ക് സക്കാത്ത് കൊടുത്താൽ മതിയാകുമോ? ഉത്തരം: ചോദ്യത്തിൽ മനസ്സിലാകുന്നത് സംഖ്യ തരാനുള്ള ആള് സ്വീപ്പാക്കുകയാണെന്നാണ്. അങ്ങനെയാകുമ്പോൾ കിട്ടാനുള്ള സംഖ്യ കിട്ടിയതിന് ശേഷം സക്കാത്ത് കൊടുത്താൽ മതി. 3,335. കിട്ടാനുള്ള സംഖ്യക്ക് കയ്യിൽ നിന്നെടുത്ത് സക്കാത്ത് കൊടുക്കുന്നതായാൽ കിട്ടാനുള്ള സംഖ്യക്ക് മുഴുവനും എല്ലാ വർഷവും സക്കാത്ത് കൊടുക്കേണ്ടതാണ്. സംഖ്യ കിട്ടാനുള്ളതാണല്ലോ. അപ്പൊ 5000 രൂപയെ സംബന്ധിച്ച് ചോദിച്ച മറുപടിയാണ്. അപ്പൊ രൂപക്ക് കറൻസിക്ക് സക്കാത്ത് കൊടുക്കണ്ട എന്നല്ല സദഖത്തുൽ മുസ്ലിയാർ പറഞ്ഞത്. സക്കാത്ത് അതിന്റെ നിബന്ധനത്താൽ കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞു. മൗലവി പറഞ്ഞത് പച്ചക്കള്ളമാണ്. സദഖത്തുൽ മുസ്ലിയാർ അവർ പ്രചരിപ്പിച്ചതിനും എഴുതിയതിനും ഫത്വ കൊടുത്തതിനും എതിരാണ്. ഇതുപോലെ ബഹുമാനപ്പെട്ട കീഴ് ഉസ്താദ് അവറുകളും അവിടുത്തെ കൈപ്പടത്തിൽ ഒരു ലേഖനത്തിലും എഴുതിയിട്ടില്ല. അതുപോലെ അവിടുത്തെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടില്ല, അവിടുത്തെ ഫത്വയിൽ പറഞ്ഞിട്ടില്ല സംഖ്യ സൂക്ഷിച്ചവർ, കറൻസി സൂക്ഷിച്ചവർ സക്കാത്ത് കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടില്ല. പറഞ്ഞതായി തെളിയിക്കാൻ പോലും സാധ്യമല്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ സദഖത്തുൽ മുസ്ലിയാരെ സംബന്ധിച്ച് പ്രസംഗിക്കുമ്പോൾ സദഖത്തുൽ മുസ്ലിയാർക്ക് കിതാബ് തിരിയില്ല എന്ന് പറഞ്ഞ ആളാണ് എന്ന് ഈ മൗലവി പറഞ്ഞത് പച്ചക്കള്ളമാണ്. അങ്ങനെ ഒരു കേസറ്റുണ്ടെങ്കിൽ അദ്ദേഹം തെളിയിക്കേണ്ടതാണ് എന്ന് ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. ഇനി സദഖത്തുൽ മുസ്ലിയാർക്ക് കിതാബ് തിരിയില്ല എന്ന് പറഞ്ഞവരാരാ? കീഴ് ഉസ്താദിന് കിതാബ് തിരിയില്ല എന്ന് പറഞ്ഞ ആരാ? അത് പറഞ്ഞത് മൗലവിമാരാണ്. കാരണം സദഖത്തുൽ മുസ്ലിയാർ അവറുകളും കീഴ് ഉസ്താദ് അവറുകളും ജുമാക്ക് 2 ബാങ്ക് വിളിക്കുന്ന ഇതിനെ അനുകൂലിക്കുന്നവർ, അങ്ങനെ വേണമെന്ന് പറയുന്നവരാണ്. തറാവീഹ് 20 നിസ്കരിക്കണമെന്ന് പറയുന്നവരാണ്. മരിച്ച വീട്ടിൽ ഭക്ഷണം കൊടുക്കണമെന്ന് പറയുന്നവരാണ്. അതുപോലെ തന്നെ മൗലിദ് ഓതണമെന്ന് പറയുന്നവരാണ്. റാത്തീബ് ഓതണമെന്ന് പറയുന്നവരാണ്. ഇസ്തിഗാസ ചെയ്യണമെന്ന് പറയുന്നവരാണ്. തവസ്സുൽ ചെയ്യണമെന്ന് പറയുന്നവരാണ്. അവര് സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ വിഷയങ്ങളും ഇത്തരത്തിൽ തുടങ്ങിയിട്ടുള്ള എല്ലാ വിഷയങ്ങളും പറയുന്നവരാണ്. എന്നതിന്റെ പുറമെ കൂട്ടുപ്രാർത്ഥന നടത്തുന്നതിനെ സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നീട് കേൾപ്പിക്കും. തുഹ്ഫയിലുള്ള ഇബാറത്തിന്
ഖിയാം എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് പോകൽ എന്നല്ല എന്ന് വ്യക്തമായി ഫത്വ കൊടുത്ത ആളാണ് ബഹുമാനപ്പെട്ട സദഖത്തുൽ മുസ്ലിയാർ. അപ്പൊ സദഖത്തുൽ മുസ്ലിയാർക്ക് കിതാബ് തിരിയുന്നില്ല എന്ന് പറഞ്ഞത് ഞങ്ങളല്ല, അത് പറഞ്ഞത് അവർക്കെതിരെ സുന്നി വിരുദ്ധ ആശയങ്ങളുമായി വന്നിട്ടുള്ള മൗലവിമാരാണ്. അതിലേറ്റവും മുൻപന്തിയിലുള്ള ആളാണ് നമ്മുടെ ഹുസൈൻ സലഫി എന്ന് ഈ സമയത്ത് ഉണർത്തുകയാണ്. ഞാനിനി അടുത്ത വിഷയത്തിലേക്ക് കടക്കുകയാണ്. എന്താണ് കൂട്ടുപ്രാർത്ഥന? നിസ്കാരത്തിന് ശേഷം ഇമാമ് ജനങ്ങളിലേക്ക് തിരിഞ്ഞ് ദുആയും ദിക്റും നടത്തണം. അതാണ് സുന്നത്ത് എന്നാണ്. സ്വഹീഹുൽ ബുഖാരിയിൽ ബാബു യസ്തഖ്ബിലുൽ ഇമാമുൻ നാസ ഇദാ സല്ലമ, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു കൊണ്ടുവരുന്ന അധ്യായം തന്നെ ഇമാമ് സലാം വീട്ടിയാൽ ജനങ്ങളിലേക്ക് മുന്നിടണം എന്ന് പറയുന്ന അധ്യായം. അതിൽ കൊണ്ടുവരുന്ന ഹദീസ് കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സല്ല സലാത്തൻ അഖ്ബല അലൈനാ ബിവജ്ഹിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു നിസ്കാരം നിർവഹിച്ചാൽ ഞങ്ങളിലേക്ക് മുഖം കൊണ്ട് മുന്നിടാറുണ്ടായിരുന്നു. എന്തിനാണ് ഇങ്ങനെ മുന്നിടുന്നത്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പതിവാണ്. ഈ ഹദീസിന്റെ ശറഹിൽ കാണാം. ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വസിയാഖു സമറത ളാഹിറുഹു അന്നഹു കാന യുവാദിബു അലാ ദാലിക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നിടാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന അതിന്റെ ലാഹിർ അങ്ങനെ പതിവായി ചെയ്യാറുണ്ടായിരുന്നു എന്നാണ്. സമറത്ത് ബിൻ ജുൻദുബ് റളിയല്ലാഹു അൻഹു ആണ് അത് പറഞ്ഞത്. അതിനെ സംബന്ധിച്ച് മഹാനവറുകൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് വിവരിക്കുന്നു, ഖീല അൽ ഹിക്മത്തു ഫി ഇസ്തിഖ്ബാലിൽ മഅ്മൂമീന അൻ യുഅല്ലിമുഹും മാ യഹ്താജൂന ഇലൈഹി, മഅ്മൂമികളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നിട്ടു, അത് പതിവായിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ അതെന്തിനായിരുന്നു? അത് മഅ്മൂമിങ്ങൾക്ക് ആവശ്യമുള്ളത് പഠിപ്പിക്കാനാണ്. ഒന്ന് ശരിക്കും മനസ്സിലാക്കി വെക്കണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെ പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്നവർക്ക് പ്രത്യേകമായും ബാധകമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനവറുകൾ രണ്ടാമത് പണ്ഡിതന്മാര് പറഞ്ഞ അതിന്റെ രഹസ്യം, അതിന്റെ ഹിക്മത്ത്, അതിന്റെ യുക്തി എന്താണെന്ന് വിവരിക്കുന്നു. ഒന്ന്, ജനങ്ങൾക്ക് ആവശ്യമുള്ളത് പഠിപ്പിക്കാൻ. അത് ജനങ്ങളിലേക്ക് മുന്നിട്ടാൽ മാത്രമേ ജനങ്ങൾക്ക് കണ്ടുപഠിക്കാനും കേട്ടുപഠിക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ. മറ്റൊന്ന്, വഖീല അൽ ഹിക്മത്തു ഫീഹി തഅരീഫു ദാഖിൽ ബിഅന്ന സ്വലാത്ത ഇൻഖളത്, ആരെങ്കിലും കയറി വന്നാൽ നിസ്കരിക്കുന്ന സ്ഥലത്തേക്ക് കയറി വന്നാൽ ഇമാമും ജമാഅത്തുമായുള്ള നിസ്കാരം കഴിഞ്ഞു എന്നത് മനസ്സിലാക്കി കൊടുക്കാനാണ് ജനങ്ങളിലേക്ക് തിരിഞ്ഞ് ഖിബിലയിലേക്ക് തിരിഞ്ഞിരിക്കാതെ ജനങ്ങളിലേക്ക് തിരിഞ്ഞ് മുന്നിട്ടു എന്ന് പറഞ്ഞത്. രണ്ട്, ഇത് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നല്ല ഏതൊരു ഇമാമും നിസ്കരിച്ചിട്ട് ഖിബിലയിലേക്ക് തിരിഞ്ഞ് അതേ ഇരുത്തം ഇരുന്നാൽ അത്തഹിയാത്ത് കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നിപ്പിക്കലായി പോകും. മറ്റൊന്ന്, സൈദ് ഇബ്നുൽ മുനീർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇസ്തിദ്ബാറുൽ ഇമാമിൽ മഅ്മൂമീന ഇന്നമാ ഹുവ ലിഹഖിൽ ഇമാമ, മഅ്മൂമികളൊക്കെ മാന്യന്മാരെയാണല്ലോ മുഅ്മിനീങ്ങളല്ലേ, അവരിലേക്ക് ഇങ്ങനെ പിൻഭാഗം തിരിച്ചിട്ടല്ലല്ലോ നിൽക്കേണ്ടത്. ഒരു നിസ്കാരത്തിൽ അങ്ങനെ നിൽക്കുന്നത് ഇമാമായി പോയതുകൊണ്ടാണ്. ഫൈദൽ ഖളത്തി സ്വലാത്തു സാല സബബു, നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഇദ്ദേഹത്തിന്റെ ഈ പിൻഭാഗം ആളുകളിലേക്ക് ഇങ്ങനെ വെച്ചിരിക്കുകയും നിൽക്കുകയും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് തിരിഞ്ഞിരിക്കണം, ജനങ്ങളെ ആദരിക്കലാണത് ജനങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കണം എന്ന് പറയുന്നത്. ഫസ്തിഖ്ബാലുഹും ഹീനഇദിൻ യർഫഉൽ ഖുയലാ വത്തറഫുഅ അലൽ മഅ്മൂമീൻ, അപ്പോൾ അവരിലേക്ക് മുന്നിട്ടാ പിന്നെ മഅ്മൂമികളെ പിന്നിലാക്കി എന്ന നിലക്ക് അദ്ദേഹത്തിന്റെ ഒരു അഹങ്കാരവും അഹംഭാവവും വരാനുള്ള സാഹചര്യം അതിനെ ഉയർത്തിക്കളയലാണ് അതിന്റെ രഹസ്യം എന്ന് പറഞ്ഞു. ഏതായിരുന്നാലും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു വന്ന പതിവും
ചെയ്യേണ്ടതും സഹീഹുൽ ബുഖാരിയിലെ ഹദീസിൽ നിന്ന് വളരെ വ്യക്തമാണ്. നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ എഴുന്നേറ്റ് പോകണം എന്നല്ല. കാരണം ഒന്നാമത്തെ ഹിക്മത്ത് നിങ്ങൾ നോക്കൂ, മൗമൂമികളെ പഠിപ്പിക്കാൻ, മൗമൂമികൾ പഠിപ്പിക്കുന്ന ഇമാം എണീറ്റ് പോകാൻ വേണ്ട, നമ്മളെ മൗലവി പറഞ്ഞ് എണീറ്റ് പോകണം എന്നാണ്. സഹീഹുൽ ബുഖാരിയിലെ ഹദീസ് പഠിപ്പിക്കുന്നത് മൗമൂമികളെ പഠിപ്പിക്കണമെങ്കിൽ ജനങ്ങളിലേക്ക് മുന്നിടണം. ഈ മുന്നിടൽ എഴുന്നേറ്റ് പോകലല്ല എന്ന കാര്യം ഉറപ്പാണെന്ന്. അതുപോലെ അത്തഹിയാത്തിലാണെന്ന് കരുതാതിരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് പോകണമെന്നുണ്ടോ? അപ്പൊ ഈ പറഞ്ഞത് ഇമാം ആ സ്ഥലത്ത് തന്നെ മൗമൂമിങ്ങളിലേക്ക് തിരിഞ്ഞ്, അഥവാ ഖിബ്ലയിലേക്ക് തിരിയാതെ മൗമൂമിങ്ങളിലേക്ക് തിരിഞ്ഞ് ഇരിക്കലാണ് സഹീഹുൽ ബുഖാരിയിലെ അധ്യായം തന്നെ ഇമാം ബുഖാരി കൊണ്ടുവന്നതിന്റെ ഉദ്ദേശമെന്ന് വ്യക്തമായി. ഇനി രണ്ടാമത്തെ അധ്യായം ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു കൊടുക്കുന്നത് വളരെ വ്യക്തമാണ്. ബാബു മുഖ്സിൽ ഇമാമി ഫീ മുസല്ലാഹു ബഅദ സലാം. ഇമാം നിസ്കരിച്ച സ്ഥലത്ത് തന്നെ താമസിക്കുന്നതിൽ പറയുന്ന അധ്യായം സഹീഹുൽ ബുഖാരി. അപ്പൊ ഇമാം മഅ്മൂമിങ്ങളിലേക്ക് മുന്നിടണം എന്ന് ഒന്നാമത്തെ അധ്യായത്തിലും രണ്ടാമത്തെ അധ്യായത്തിൽ അത് നിസ്കരിച്ച സ്ഥലത്ത് തന്നെ താമസിക്കലാണ് വേണ്ടത് എന്നത് അടുത്ത അധ്യായത്തിലും പഠിപ്പിക്കുകയാണ്. എന്നിട്ട് ആ താമസിക്കൽ എത്രത്തോളം, അവിടെ വെച്ച് സുന്നത്ത് വരെ അദ്ദേഹത്തിന് നിസ്കരിക്കാം എന്നതും കൂടി പഠിപ്പിക്കുന്ന വിധത്തിലാണ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി ഹദീസ് കൊണ്ടുവരുന്നത്. കാന ഇബ്നു ഉമർ യുസല്ലി ഫീ മകാനിഹി അല്ലദീ യുസല്ലാ ഫീൽ ഫരീള. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഫർള് നിസ്കരിച്ച അതേ സ്ഥലത്ത് വെച്ച് സുന്നത്ത് നിസ്കരിച്ചിരുന്നു എന്ന് പറയും. ഫഅലഹുൽ ഖാസിം, അത് ഖാസിം റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ മഹാനവറുകൾ പറയും. വയുദ്കറു അൻ അബീ ഹുറൈറ റഫഅഹു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മർഫൂആയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പറഞ്ഞതായി പറയപ്പെടുന്നുണ്ട്. ലാ യതതമഉൽ ഇമാമു ഫീ മകാനിഹി, ഇമാം അദ്ദേഹത്തിന്റെ സ്ഥലത്ത് വെച്ച് സുന്നത്ത് നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതായി പറയപ്പെടുന്നുണ്ട്. വലം യസിഹ, അത് സഹീഹായി വന്നിട്ടില്ല. അപ്പൊ ഇമാം സ്ഥലം വിടേണ്ടതില്ല. ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ സമർപ്പിക്കാൻ. എന്നിട്ട് ഹദീസുകൾ പലതും കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾക്ക് കാണാം, ആ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് വിവരിക്കുന്നു. ബാബു മുഖ്സിൽ ഇമാമി ഫീ മുസല്ലാഹു ബഅദ സലാം ഐ വബഅദ ഇസ്തിഖ്ബാലിൽ ഖൗം. ഇമാം നിസ്കരിച്ച സ്ഥലത്ത് തന്നെ താമസിക്കുന്നതിൽ പറയുന്ന അധ്യായം. ഐ വബഅദ ഇസ്തിഖ്ബാലിൽ ഖൗം, ജനങ്ങളിലേക്ക് മുന്നിട്ടതിന് ശേഷം അതേ സ്ഥലത്ത് തന്നെ താമസിക്കുന്നതിൽ പറയുന്ന അധ്യായം. ഫയുലാഇമു മാ തഖദ്ദമ തുമ്മ أن المقت لا يتقيد بحال من ذكر أو دعاء أو تهريم أو صلاة النافلة. അപ്പൊ ഇമാം അവിടെ തന്നെ നിൽക്കുക, താമസിക്കുക എന്നത് ദിക്റിന്റെ സമയത്തും ദുആഇന്റെ സമയത്തും പഠിപ്പിക്കുന്ന സമയത്തും സുന്നത്ത് നിസ്കരിക്കുന്ന സമയത്തും ഒക്കെ അങ്ങനെ പ്രത്യേകം ഒരു സമയം കൊണ്ട് കണക്കില്ല. ഏത് സമയത്തും അത് ബാധകമാണ്. ഇമാം ആ സ്ഥലത്ത് തന്നെ ഇമാമിന് നിൽക്കാം, ഇമാമിന് അവിടെ തന്നെ ഇരിക്കാം, ഇമാമിന് അവിടെ തന്നെ താമസിക്കാം. ഇനിയും നിങ്ങൾക്ക് കാണാം, അങ്ങനെ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നത്? ജനങ്ങളിലേക്ക് മുന്നിട്ടു എന്നാണല്ലോ പറഞ്ഞത്. ആ മുന്നിടൽ എങ്ങനെയാണ് ഉണ്ടാകേണ്ടത്? അതിനെ സംബന്ധിച്ച് അതിന്റെ ശറഹിൽ സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി വിശദമായി തന്നെ രേഖപ്പെടുത്തുന്നത് കാണാം. എന്താണ് രേഖപ്പെടുത്തുന്നത്? വയൂഖദു മിൻ മജ്മൂഇൽ അദില്ലതി, മൊത്തം ഉള്ള തെളിവുകളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ അതിൽ നിന്ന് മനസ്സിലാക്കപ്പെടും. ഖബലത്ത് എന്താണ് മനസ്സിലാക്കുന്നത്? അന്നലിൽ ഇമാമി അഹ്വാലൻ, ഇമാമിന് പല അവസ്ഥകളും ഉണ്ട്. ശേഷം സുന്നത്ത് നിസ്കാരമുള്ള അവസ്ഥ ഉണ്ടാവും, സുന്നത്ത് നിസ്കാരം ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവും. സുന്നത്ത് നിസ്കാരം ഉള്ള അവസ്ഥയാണെങ്കിൽ ആദ്യം ദിക്റുകൾ ചെയ്തതിന് ശേഷമാണ് സുന്നത്ത് നിസ്കാരം നിർവഹിക്കേണ്ടത്. അതാണ് ബഹുഭൂരിപക്ഷവും പ്രവർത്തിച്ചു വന്നിട്ടുള്ളത്. ഹനഫി മദ്ഹബുകാരുടെ അടുക്കൽ സുന്നത്താണ് ആദ്യം നിസ്കരിക്കേണ്ടത് എന്ന് വന്നിട്ടുണ്ട്. ഇത് പറഞ്ഞതിന് ശേഷം പറയാൻ, അമ്മ സ്വലാത്തുല്ലത്തി ലാ യുതതവ്വഉ ബഅദഹ, ശേഷം സുന്നത്ത് നിസ്കരിക്കപ്പെടാത്ത നിസ്കാരമാണെങ്കിൽ ഫയതശാഗലുൽ ഇമാമു വമൻ മഅഹു ബിദ്ദിക്രിൽ മഗ്ഫൂരി, ഇമാമും ഇമാമിനോട് കൂടെയുള്ളവരും ദിക്ർ കൊണ്ട് ജോലിയാകണം. വലാ യതഅയ്യനു ലഹു മക്കാനുൻ ബൽ ഇൻശാഉ യുസ്റഹു വദക്കറു, അത് ഇന്ന സ്ഥലത്ത് വെച്ച് ചെയ്യണം എന്ന് ഒരു പ്രത്യേക നിർബന്ധമൊന്നുമില്ല, നിർണയമൊന്നുമില്ല. എവിടെ വെച്ചും അത് ചെയ്യാം.
അവർക്ക് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവിടെ ഇരുന്ന് ചെയ്യാം, പോകുന്നവർക്ക് പോയിക്കൊണ്ട് ചെയ്യാം. വൈൻസാവു മക്കസവും അതൊക്കറു, അവർ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവിടെ തന്നെ താമസിച്ച് അവിടെ വെച്ച് തന്നെ ദിക്ർ ചൊല്ലാം, ഇറങ്ങിപ്പോകണം എന്നില്ല. വാലസാനി ഇൻകാനലിൽ ഇമാമി ആദത്തു അൻ യുഅല്ലിമഹും ഔ യഇദഹും ഫയുസ്തഹബു അൻ യുഖ്ബില അലൈഹിം ബിവജ്ഹിഹി ജമീഅൻ. ഇമാമിന് അവരെ പഠിപ്പിക്കുക, അവരെ ഉപദേശിക്കുക, അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക, ഇങ്ങനെയുള്ള ഉദ്ദേശം ഉണ്ടെങ്കിൽ ഇമാമ് മുഖം കൊണ്ട് പൂർണ്ണമായും ജനങ്ങളിലേക്ക് മുന്നിട്ടുകൊണ്ടാണ് ചെയ്യേണ്ടത്. കാരണം ശരിക്കും എല്ലാവർക്കും കാണാൻ വേണ്ടി നേരെ ഖിബ്ല പിൻഭാഗത്താക്കി നേരെ ജനങ്ങളിലേക്ക് തിരിഞ്ഞിട്ടാണ് ചെയ്യേണ്ടത്. വൈകാനലായ സീദു അല ദിക്റിൽ മൻസൂരി, ഇനി അദ്ദേഹം സുന്നത്തായ ദിക്റുകൾ, വാരിദായ ദിക്റുകൾ അത് ചെയ്യുന്നതിനേക്കാൾ കൂടുതലൊന്നും ചെയ്യുന്നില്ല, അതൊന്നും പറയുന്നില്ലെങ്കിൽ فهل يقبل عليهم جميعا أو ينفتل فيجعل يمينه من قبل المأمومين ويساره من قبل القبلة ويدعو. അയാൾ വഅൂർജൊന്നും പറയുന്നില്ല, അയാൾ വെറും ദുആ മാത്രമേ നടത്തുള്ളൂ, ദിക്ർ മാത്രമേ കൊണ്ടുവരുന്നുള്ളൂ എങ്കിൽ അദ്ദേഹം വലതുഭാഗം മഅ്മൂമിങ്ങളിലേക്കും ഇടതുഭാഗം ഖിബ്ലയിലേക്കുമാക്കി തിരിഞ്ഞിരിക്കുകയാണോ വേണ്ടത്? അതല്ല, നേർക്കുനേരെ അവരിലേക്ക് മുന്നിട്ടുകൊണ്ടേയിരിക്കുകയാണോ വേണ്ടത്? الثاني هو الذي تذهب به أكثر الشافعية. ഇമാമ് മഅ്മൂമിങ്ങളിലേക്ക് വലതുഭാഗവും ഇടതുഭാഗം ഖിബ്ലയിലേക്കുമാക്കി ദുആ ചെയ്യുക എന്ന ഈ കിതാബിൽ പറഞ്ഞ രണ്ടാമത്തെ രൂപമാണ് ശാഫിഈ മദ്ഹബിലെ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും മുറിച്ചു പറഞ്ഞിട്ടുള്ളത്. ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ പറയുകയാണ്, അപ്പോൾ ശാഫിഈ മദ്ഹബിലെ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പതിവുള്ളതും ദിക്ർ ദുആക്ക് വേണ്ടി വലതുഭാഗം മഅ്മൂമിങ്ങളിലേക്കും ഇടതുഭാഗം ഖിബ്ലയിലേക്കും ആക്കി തിരിയലാണ് എന്ന് വളരെ വ്യക്തമായി സഹീഹുൽ ബുഖാരിയുടെ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാനായ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ തന്നെ വിശദീകരിച്ചതായി കാണാം. അടുത്ത അധ്യായം ഇമാം ബുഖാരി കൊണ്ടുവരുന്നത് എത്ര അർത്ഥവത്താണ്. ബാബു മൻ സല്ലാ ബിന്നാസ് ഫദക്കറ ഹാജത്തൻ ഫതഖത്താഹും. ജനങ്ങളെയും കൊണ്ട് നിസ്കരിച്ചു, നിസ്കാരത്തിന് ശേഷം പെട്ടെന്നൊരു ആവശ്യം ഓർമ്മ വന്നു, ഫതഖത്താഹും, അപ്പോൾ അവിടെ വെച്ച് ജനങ്ങളുടെ കഴുത്തിലൂടെ കാലും എടുത്തു വെച്ച് ഇറങ്ങിപ്പോയ അവരിൽ പറയുന്ന അധ്യായം. എന്താണ് സംഭവം? ഒരു ദിവസം ഒരു നിസ്കാരത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വിഷയം ഓർമ്മ വന്നിട്ട് നിസ്കരിച്ച ഉടനെ എഴുന്നേറ്റ് പോയ ഒരു സംഭവമുണ്ടായി. ഉഖ്ബർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ മദീനയിൽ വെച്ച് അസ്ർ നിസ്കരിച്ചു. ഫസല്ലമ, നബി തങ്ങൾ സലാം വീട്ടി. സുമ്മ ഖാമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് എഴുന്നേറ്റു. മുസ്രിഅൻ, വെറും ഖാമ എന്ന് മാത്രമല്ല പറഞ്ഞത്, ഖാമ മുസ്രിഅൻ, പെട്ടെന്ന് പോകുന്നവരായ നിലയ്ക്ക് എഴുന്നേറ്റു. നമ്മളെ മൗലവി പറഞ്ഞ പോലെ മുസ്ലിം എന്ന് പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല, സുമ്മ ഖാമ എന്ന് പറഞ്ഞാൽ മതി. ഫതഖത്താ റിഖാബൻ നാസ്, എന്നിട്ട് ആളുകളുടെ കഴുത്തിലൂടെ കാലെടുത്ത് വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇലാ ബാബി ഹുജ്രി നിസാഇഹി, ഭാര്യമാരിൽ ഒരാളുടെ റൂമിലേക്ക് പോയി. ഫഫസിഅ അന്നാസ് മിൻ സുർഅതിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പെട്ടെന്ന് പോയതിനാൽ സഹാബികൾ മുഴുവനും പേടിച്ച് ബേജാറായി. മൗലവി പറഞ്ഞ പോലെയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ എഴുന്നേറ്റൊക്കെ പോകാനാണെങ്കിൽ സഹാബത്തിന് ബേജാറാവുന്നു. ബുഖാരിയിലെ ഹദീസാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. ഫഖറജ അലൈഹിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് വീണ്ടും പള്ളിയിലേക്ക് പുറപ്പെട്ടു വന്നു. ഫറഅ അന്നഹും അജിബു മിൻ സുർഅതിഹി, നബി തങ്ങൾക്ക് മനസ്സിലായി അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ പെട്ടെന്ന് നിസ്കരിച്ച ഉടനെ പോയതിനാൽ സഹാബികൾക്ക് വളരെ പ്രയാസമുണ്ടായിട്ടുണ്ട്, അവർ ബേജാറായിട്ടുണ്ട്, പേടിച്ചിട്ടുണ്ട്, അത്ഭുതപ്പെട്ടിട്ടുണ്ട് എന്നത് മനസ്സിലായി. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരണം നൽകി. ദക്കർതു ശൈഅൻ മിൻ തിബിരിൻ ഇൻദനാ, നമ്മളടുക്കലുള്ള ഒരു സ്വർണം ഞാൻ ഓർമ്മിച്ചു. ഫകരിഹ്തു അൻ യഹ്ബിസനി, അതെന്നെ ബന്ദ് ചെയ്യുന്നത് ഞാൻ വെറുത്തു. ഫഅമർതു ബിഖിസ്ബതിഹി, അങ്ങനെ ആ സ്വർണം വളരെ പെട്ടെന്ന് തന്നെ എടുത്തു കൊടുക്കണം എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ പോയത്, ഞാനത് കൽപ്പിച്ചിട്ടാണ് വരുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് എഴുന്നേറ്റ് പോയ സംഗതി എന്താണ് നിങ്ങൾ മനസ്സിലാക്കണം. എന്തിനാ എഴുന്നേറ്റ് പോയത്? അത് സംഭാവന കൊടുക്കാൻ പറയാൻ, സംഭാവന കൊടുക്കാൻ പറയാൻ. എന്നാൽ ഈ സംഭാവന ആരാ വാങ്ങുക? മൗലവിദിന്റെ മറുപടി അറിയണോ? ഈ സംഭാവന ആരാ വാങ്ങുക? മലക്കുകളാ?
അല്ലെങ്കിൽ പുതിയ ജിന്നുകളോ, മൗലവിമാർക്ക് പുതിയ ജിന്നുകളോ അല്ലെ മനുഷ്യന്മാരോ ആരായിട്ട് വാങ്ങുക? മൗലവി പറയുന്നത് ആരായി സംഭാവന വാങ്ങുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ സ്വർണം വെച്ചിട്ട് ആ സ്വർണം പെട്ടെന്ന് കൊടുക്കാൻ വേണ്ടി പറയാനാ ഞാൻ പോയെന്ന് പറഞ്ഞല്ലോ. എന്ത് മനസ്സിലായി? വീട്ടിലുള്ള ഭാര്യമാരുടെ അടുക്കൽ വരുന്ന സ്ത്രീകളും ഭാര്യമാരും പള്ളിയിൽ ജമാഅത്തിന് വന്നിട്ടില്ല എന്ന് മനസ്സിലായി. കാരണം അതുകൊണ്ടാണ് അത് പറയാൻ വേണ്ടി അങ്ങോട്ട് പോയി നിസ്കരിച്ച ഓട്ടന്നെ അങ്ങോട്ട് പോയത്. അല്ലെങ്കിൽ അങ്ങ് പോയിട്ട് എന്ത് ചെയ്യാനാ? അല്ലെങ്കിൽ പെണ്ണുങ്ങൾ എത്തിയിട്ടങ്ങ് പോയാൽ പോരെ? ഇത് റോഡാനെ പോകണോ? അപ്പൊ വീട്ടിലുള്ള സ്ത്രീകളും മറ്റ് സ്ത്രീകളും പള്ളിയിൽ ജുമഅക്കും ജമാഅത്തിനും അസ്ർക്കാത്തിന്റെ ജമാഅത്തിൽ അന്നസറാണ് വന്നിട്ടില്ല എന്ന് മനസ്സിലായി. ഒന്ന്, തൊട്ടടുത്ത റൂമിൽ നിന്ന് വന്നിട്ടില്ല. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കണം. ഇനി അല്ലെങ്കിൽ മൗലവി എന്ത് പറയണം? മൗലവി പറയണം അതല്ല മുസ്ലിയാരെ, അത് ആണുങ്ങൾക്ക് കൊടുക്കാനാണ് പറയാൻ പോയത്. ആണുങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ നിസ്കരിക്കാൻ ജമാഅത്തിന് പള്ളിയിൽ വന്നിരിക്കുക. അന്ന് നിസ്കാര കള്ളന്മാരൊന്നും അന്ന് സഹാബത്തിന്റെ കാലത്ത് നിസ്കാര കള്ളന്മാരുണ്ടോ? അപ്പൊ അവരൊക്കെ പള്ളിയിൽ വന്നിരിക്കുകയാണ്. അപ്പൊ ആണുങ്ങൾ കാണുമെന്ന് മൗലവി പറഞ്ഞാലോ അപ്പൊ വേറൊരു വിഷയത്തിൽ മൗലവി കൊടുക്കും. എന്താ മൗലവി പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം മാത്രം ഒരു ജമാഅത്തിന്റെ സമയത്ത് മാത്രം നിസ്കരിച്ച ഉടനെ എഴുന്നേറ്റ് പോയത് സംഭാവന കൊടുക്കാനാണ്. നിങ്ങളെ കാന്തപുരം പോയത് കീശയിലേക്ക് സംഭാവന കിട്ടാനാണ്. പക്ഷെ മൗലവിക്ക് മനസ്സിലായില്ല, മൗലവിയെ പോലെ കിട്ടുന്നത് കീശയിൽ ഇടുന്ന ഏർപ്പാടുകാരനല്ല കാന്തപുരം ഉസ്താദ്. മറിച്ച് ആയിരക്കണക്കിന് യതീമക്കളെയും ആയിരക്കണക്കിന് അഗതികളെയും പോറ്റി വളർത്താൻ വേണ്ടി സംഭാവന പിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സഹാബത്തിന്റെയും പതിവ് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു മഹാപണ്ഡിതനാണ് കാന്തപുരം ഉസ്താദ്. അപ്പൊ മൗലവി പറയുന്നത് പുരുഷന്മാർക്കാണ് ഈ സംഭാവന കൊടുക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് പോയത് എന്നാണെങ്കിൽ സംഭാവന വാങ്ങാൻ വേണ്ടി സഹാബത്ത് നിസ്കരിച്ചുകൊണ്ട് എഴുന്നേറ്റ് പോയിന്ന് വരും. പുരുഷന്മാരായ സഹാബത്ത് എഴുന്നേറ്റ് പോയിന്ന് വരും. അപ്പൊ സംഭാവന വാങ്ങാനും വേണ്ടി വന്നാൽ നിസ്കാരത്തിന്റെ ഉടനെ പോകാനേ കിട്ടുള്ളൂ. മൗലവി അത് പുരുഷനാണ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ മൗലവി പെണ്ണാണെന്ന് പറഞ്ഞാലും മൗലവി രക്ഷപ്പെടൂല, പുരുഷനാണെന്ന് പറഞ്ഞാലും മൗലവി രക്ഷപ്പെടൂല. രണ്ട് സ്ഥലത്ത് മൗലവി കുടുങ്ങിയാണ് ഈ ഹദീസ് കൊണ്ട് വരാൻ പോകുന്നത്. പുരുഷന്മാരാണെങ്കിൽ സംഭാവനയ്ക്ക് വേണ്ടി വന്നാൽ ജമാഅത്തിന്റെ ശേഷം ദിക്റിലും ദുആക്കും നിൽക്കാതെ എഴുന്നേറ്റ് പോകാം എന്നാ വരിക. കൊടുക്കാനും പോകാം, വേണ്ടി വന്നാൽ പിരിക്കാനും പോകാം. അതിൽ തെറ്റൊന്നുമില്ല. ഇതാണ് അതുകൊണ്ട് മനസ്സിലാക്കുക. ഇനി ഞാൻ വിശദീകരിക്കുന്നില്ല. സഹീഹുൽ ബുഖാരിയുടെ ഇതിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് പറഞ്ഞു, വകാനത് തിൽക ആദത്തുഹും ഇദാ റഅൂ മിൻഹു ഗൈറ മാ യഅഹദൂനഹു ഖശിയത അൻ യൻസില ഫീഹിം ഷൈഉൻ യസ്റൂഹും. സഹാബത്ത് ഒരൊറ്റ നിസ്കാരത്തിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് പോയപ്പോൾ ആ എഴുന്നേറ്റ് പോയതിൽ സഹാബത്തിന് അവർ പരിഭ്രാന്തരായതിന്റെ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്ത ഒരു കാര്യം, പതിവില്ലാത്തൊരു കാര്യം കാണുമ്പോൾ അവർ പരിഭ്രമിക്കൽ സ്വാഭാവികമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നിസ്കാരത്തിന്റെ ശേഷവും പെട്ടെന്ന് എഴുന്നേറ്റ് പോകാറില്ല. ഒരു ദിവസം പോയപ്പോൾ സഹാബത്ത് പരിഭ്രമിച്ചു എന്നാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയിൽ ഹദീസ് കൊടുത്തുകൊണ്ട് വ്യക്തമായി സമർപ്പിച്ചിട്ടുള്ളത് എന്ന് മുസ്ലിം ലോകം മനസ്സിലാക്കണം. നിസ്കരിച്ച ഉടനെ എഴുന്നേറ്റ് പോകണം എന്ന മൗലവിമാരുടെ വാദം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരിചയമുള്ളതല്ല, ഖുലഫാഉർ റാഷിദീങ്ങൾക്ക് പരിചയമുള്ളതല്ല, ഒരു സഹാബിക്കും പരിചയമുള്ളതല്ല. അത് മൗലവിമാരുണ്ടാക്കിയ ഒരു ബിദ്അത്താണ് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം. മറിച്ച് നിസ്കാരം കഴിഞ്ഞു എന്ന് ബോധ്യപ്പെടുന്ന വിധം, നിസ്കാരത്തിലാണോ എന്ന സംശയം വരാത്ത വിധം അവർ തിരിഞ്ഞിരിക്കുകയോ അല്ലെങ്കിൽ അല്പം തെറ്റിയിരിക്കുകയോ ചെയ്യണം എന്നാണ് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞതും. അത് തന്നെയാണ് ഹദീസിൽ വിവരിക്കപ്പെട്ടത്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇമാം നിസ്കാരത്തിന് ശേഷം കൂട്ടുപ്രാർത്ഥന നടത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏകദേശ പ്രാർത്ഥനയും അല്ലാഹുമ്മ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ ബഹുവചനം കൊണ്ട സഹീഹ് ബുഖാരിയുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. പരിശുദ്ധ ഖുർആനിൽ വന്ന ദുആകൾ ഏകദേശവും ബഹുവചനം കൊണ്ട ഖുർആനിലുള്ള ദുആകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി ദുആ ചെയ്യാറുള്ളത്. അത് ദുആ ചെയ്യാനാണ് നമ്മൾ പഠിപ്പിച്ചതും. അതൊക്കെ ബഹുവചനം കൊണ്ടാണ്. അപ്പൊ കൂട്ടുപ്രാർത്ഥനയാണ് ഖുർആനിലും ഹദീസിലും വന്ന പല ദുആകളും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ദുആ എത്രത്തോളം റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം എന്ന ദുആ വരെ, റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന എന്ന ദുആ വരെ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ ഇങ്ങനെ തുടങ്ങിയുള്ള ഒരുപാട്
ദുആകളുണ്ട്. അപ്പോ ഖുർആനിൽ വന്ന ദുആകൾ, ബഹുവചനത്തിന്റെ ദുആകൾ, ആ ദുആകളൊക്കെ നടത്തുമ്പോ മൗലവിമാരെന്താ പറയുന്നത്? മിണ്ടാതെ അങ്ങനെ ഉച്ചരിക്കണമെന്നാ മൗലയാതെ അർത്ഥമെന്നാ മൗമൂമിങ്ങൾ. എന്നാൽ സഹീഹുൽ ബുഖാരിയിൽ ഒരധ്യായം തന്നെ ബാബു തഅ്മീനി, ആമീൻ പറയുന്നതിൽ പറയുന്ന അധ്യായം, ആമീൻ പറയുന്നതിനെ കുറിച്ചൊരു അധ്യായം തന്നെ. ആ അധ്യായത്തിൽ അതാ നിങ്ങൾക്ക് കാണാം, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഹദീസ് കൊണ്ടുവരുന്നു, ഇദാ അമ്മന ഖാരിഉ ഫഅമ്മിനു, ഖാരി ആമീൻ പറഞ്ഞാൽ നിങ്ങൾ ആമീൻ പറയണം. ഫൈനൽ മലായികത തുഅമ്മിനു, കാരണം മലക്കുകൾ ആമീൻ ചൊല്ലും. ഫമൻ വാഫഖ തഅ്മീനുഹു തഅ്മീനൽ മലായികതി ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ആരുടെയെങ്കിലും ആമീൻ ചൊല്ലൽ മലക്കുകളുടെ ആമീൻ ചൊല്ലലിനോട് യോജിച്ചു വന്നാൽ അവന്റെ മുൻകാല പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. മൗലവിയിലെ അടുത്തവർ എന്ത് പറയും? ഹുസൈനേ, അത് ഫാത്തിഹ സൂറത്തിൽ വലല്ലാഹീൻ പറയുമ്പോ ആമീൻ പറയുന്ന ഖിറാഅത്തിനെ സംബന്ധിച്ച് മാത്രമാണ് എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ മൗലവിയിൽ ഭയങ്കര വെല്ലുവിളിക്കും. അതുകൊണ്ട് ഇപ്പൊ തന്നെ അഡ്വാൻസ് ആയിട്ട് അതിന്റെ മറുപടി പിടിച്ചോ, അഡ്വാൻസ് തന്നെ അതിന്റെ മറുപടി പിടിച്ചോ. വെറുതെ നേരം പോക്കണ്ട, നേരം കളയണ്ട, ചാർജ് ചെയ്ത ഒരു ടിക്കറ്റിന്റെ പൈസയും പോക്കണ്ട. കാരണം കിതാബ് ഓതി പഠിച്ചിട്ടില്ല. അതുകൊണ്ട് അങ്ങനത്തെ ഒന്നും പറഞ്ഞ് വെറുതെ പെടാൻ പോണ്ട. ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം, ഇവിടെ ഖാരി എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം ഇമാമാണ്. അപ്പൊ ഇമാം ആമീൻ പറയുമ്പോൾ നിങ്ങൾ ആമീൻ പറയണം എന്നാണ്. മൗലവി അടുത്തവരെ വന്നിട്ട് പറയും ബാക്കി പേരോട് വായിച്ചിട്ടില്ല, അതുകൊണ്ട് പേരോട് ബാക്കി കൂടി വായിക്കുന്നത് ശരിക്കും കേട്ടോ. ഇദാ ഖറഅ ഫിസ്സലാത്തി, നിസ്കാരത്തിൽ അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്താൽ അതിന്റെ ബാക്കി കൂടി വായിച്ചാൽ റെഡിയായി. വയഹ്തമിലു അൻ യകൂന അൽ മുറാദ് ബിൽ ഖാരി അഅമ്മ മിൻ ദാലിക്, വെറും നിസ്കാരത്തിലുള്ള പ്രാർത്ഥനയ്ക്ക് മാത്രമല്ല, മറിച്ച് ഏത് പ്രാർത്ഥിക്കുന്ന ആളും എവിടെ പ്രാർത്ഥിക്കുമ്പോഴും എന്ന നിലക്ക് വ്യാപകമായ അർത്ഥത്തിലും ആ വാചകം സാധ്യതയുള്ളത് തന്നെ. കണ്ടോ? അപ്പൊ നിസ്കാരത്തിലുള്ളത് ഖുർആനോത്തിന് മാത്രം അല്ല, മറിച്ച് ഇമാമായാലും ഇമാമല്ലാത്തവരായാലും കൂട്ടുപ്രാർത്ഥന നടത്തുമ്പോൾ ആമീൻ ചൊല്ലണം എന്നാണ്. എന്നിട്ട് മഹാനവറുകൾ പിന്നെ ആമീൻ ചൊല്ലുന്നതിന്റെ ബഹുമാനം പറയുന്ന ധാരാളം റിപ്പോർട്ടുകൾ സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റളിയല്ലാഹു അൻഹു എടുത്ത് ഉദ്ധരിക്കുകയാണ്. വവറദ ഫി തഅ്മീനി മുത്ലഖൻ, നിസ്കാരത്തിൽ ഓതുന്ന സമയത്തുള്ള ആമീൻ ചൊല്ലൽ മാത്രമല്ല, മറിച്ച് നിരുപാധികം ആമീൻ പറയുന്നതിൽ, എവിടെയും ആമീൻ ചൊല്ലുന്നതിൽ അഹാദീസ്, ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്. മിൻഹാ ഹദീസു ആയിഷ മർഫൂഅൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ഹദീസ് അതിൽപ്പെട്ടതാണ്. ആ ഹദീസാണ് മൗലവിമാരെ പറ്റി ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഹദീസ്. മാ ഹസദത്തുകുമുൽ യഹൂദു അലാ ശൈഇൻ മാ ഹസദത്തുകും അലസ്സലാമി വത്തഅ്മീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, യഹൂദികൾക്ക് മുസ്ലിമീങ്ങളായ നിങ്ങളുടെ മേൽ ഇത്ര അസൂയയുള്ള മറ്റൊരു സംഗതിയില്ല. അലസ്സലാമി വത്തഅ്മീനി, നിങ്ങൾ പരസ്പരം സലാം പറയുന്നതിലും നിങ്ങൾ കൂട്ടുപ്രാർത്ഥന നടത്തിയിട്ട് ആമീൻ ചൊല്ലുന്നതിലും യഹൂദികളുടെ അസൂയ വളരെ വലുതാണ് കേട്ടോ. അത്ര വലിയ അസൂയ യഹൂദികൾക്ക്, ജൂതന്മാർക്ക് വേറൊരു വിഷയത്തിലും ഇല്ല. എന്നിട്ട് ഒരു റിപ്പോർട്ടിലതാ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് മഹാനായ ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത്, അതിൽ പറയുന്നു ഫഅക്സിറൂ മിൻ ഖൗലി ആമീൻ, അതുകൊണ്ട് നിങ്ങൾ ആമീൻ ചൊല്ലുന്നത് വർദ്ധിപ്പിക്കണേ. യഹൂദികൾക്ക് ഇഷ്ടപ്പെടാത്ത സംഗതിയാണ്, ജൂതന്മാർക്ക് കണ്ടുകൂടാത്ത സംഗതിയാണ്, ജൂതന്മാർക്ക് അസൂയ ഉണ്ടാകുന്ന സംഗതിയാണ്, ജൂതന്മാർക്ക് കണ്ണുകടിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ മുസ്ലിമീങ്ങളെ നിങ്ങൾ ആമീൻ പറയൽ വർദ്ധിപ്പിക്കണേ. ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസ്, ഇബ്നു ഹുസൈമ സഹീഹാണെന്ന് പ്രഖ്യാപിച്ച ഹദീസ് ഇബ്നു മാജയുടെ റിപ്പോർട്ടിലാണ്. ഈ ഇതിലും കൂടി പറഞ്ഞു ഫാക്തുറു മിൻ ഖൗലി ആമീൻ. വീണ്ടും ഹാക്കിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഉദ്ധരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി, ലാ യജ്തമിഉ മൽഉൻ ഫയദു ബഅദുഹും വയുമിനു ബഅദുഹും ഇല്ലാ അജാബഹുല്ലാഹ്. ഒരു
സമൂഹം ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിട്ട് കൂട്ടുപ്രാർത്ഥന നടത്തിയാൽ, എന്നിട്ട് ഒരാൾ പ്രാർത്ഥിച്ചിട്ട് മറ്റുള്ളവർ ആമീൻ ചൊല്ലിയാൽ അല്ലാഹു ഉത്തരം കൊടുക്കാതിരിക്കൂല. ആ ഹദീസും ഇബ്നു ഹജർ തങ്ങൾ ഉദ്ധരിക്കുകയാണ്, വീണ്ടും ഉദ്ധരിക്കുകയാണ്, ആമീനിന്റെ ബഹുമാനം ഉദ്ധരിക്കുകയാണ്. ആകയാൽ സഹോദരന്മാരെ, ആമീൻ ചൊല്ലുക എന്നത് യഹൂദികൾക്ക് ജൂതന്മാർക്ക് ഏറ്റവും വെറുപ്പുള്ളതും ആ ജൂതന്മാരെ പിന്തുടരുന്ന പുത്തൻവാദികൾക്ക് ഏറ്റവും അസൂയയുള്ളതും ജൂതന്മാരെ മദ്ഹബ് സ്വീകരിച്ചവർക്ക്, ജൂതന്മാരെ പോലെ മുസ്ലിമീങ്ങളോട് വെറുപ്പുള്ളവർക്ക്, ഇസ്ലാമിന്റെ വിരോധികൾക്ക് ഏറ്റവും വെറുപ്പുള്ള സംഗതിയാണ് മുസ്ലിമീങ്ങളെ കൂട്ടുപ്രാർത്ഥന, മുസ്ലിമീങ്ങൾ ആമീൻ ചൊല്ലൽ. ആ ജൂതന്മാരെ പിന്തുടർന്നതുകൊണ്ടല്ലേ ഈ മൗലവിമാർ ആമീൻ ചൊല്ലുന്നതിനെതിരെ, കൂട്ടുപ്രാർത്ഥനയ്ക്കെതിരെ സംസാരിക്കുന്നത്. അതേ സമയത്ത് മുസ്ലിമീങ്ങളെ ഇമാമിങ്ങളോ, ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫത്ഹുൽ മുഈനിൽ തന്നെ രേഖപ്പെടുത്തിയില്ലേ, വതഅമീനു മൗമൂമിൻ സമിഅ ദുആ അൽ ഇമാമീൻ, ഇമാമിന്റെ ദുആ കേൾക്കുന്ന മൗമൂമിങ്ങൾക്ക് ആമീൻ പറയുന്നത് സുന്നത്താണ് കേട്ടോ. ഫത്ഹുൽ മുഈനിൽ കൂട്ടുപ്രാർത്ഥന സുന്നത്താണെന്നല്ലേ പറഞ്ഞത്. വതഅമീനു മൗമൂമിൻ സമിഅ ദുആ അൽ ഇമാമീൻ, ഇമാമിന്റെ ദുആ കേൾക്കുന്ന മൗമൂമിങ്ങൾ ആമീൻ ചൊല്ലൽ സുന്നത്താണെന്നല്ലേ ഫത്ഹുൽ മുഈനിൽ പറയുന്നത്. എന്ന് മാത്രമല്ല, അതാ പണ്ഡിതന്മാരിൽ പലരും പറയുന്നു, ആമീൻ ചൊല്ലുമെന്ന് കണ്ടാൽ ഇമാം ആ പ്രാർത്ഥന ഉറക്കയാക്കലും നല്ലത് തന്നെ. അതും നിങ്ങൾക്ക് ഫത്ഹുൽ മുഈനിന്റെ മുസന്നിഫിന്റെ ഉസ്താദുമാരായ പണ്ഡിതന്മാരിൽ നിന്നും അതുപോലെ മറ്റ് ഇമാമികളിലും ഉദ്ധരിക്കപ്പെട്ടതായി കാണാം. ആകയാൽ ഇമാം ഉറക്കെ ദുആ ചെയ്യുകയും ആമീൻ മഖ്ബൂലുകൾ ചൊല്ലുകയും ചെയ്യുന്നത് സുന്നത്തായ വിഷയം തന്നെ. തർക്കത്തിനൊരു സാധ്യതയുമില്ല, ഇമാമികൾ വിശദീകരിച്ചത് തന്നെ. മൗലൈമാർ കിതാബൊന്നും ഓതിപ്പടിക്കാതെ എവിടുന്നോ 2 ലീസ്റ്റും വായിച്ചിട്ട് 4 പുസ്തകവും വായിച്ചിട്ട് അവർക്ക് മതമറിയാതെ മുൻകഴിഞ്ഞ മുഴുവൻ ആളുകളെയും തള്ളിപ്പറയുന്നുവെങ്കിൽ അവരുടെ വിവരക്കേടാണ് കേട്ടോ. ഇനി നിസ്കാരശേഷമുള്ള പ്രാർത്ഥന, അതിന് സഹീഹുൽ ബുഖാരിയിൽ വേറെ തന്നെ അധ്യായമുണ്ട്. ബാബു ദുആഇ ബഅദ സ്വലാഹ്, നിസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥനയിൽ പറയുന്ന അധ്യായം കണ്ടോ. അവ നിസ്കാരത്തിന് ശേഷം പ്രാർത്ഥനയുണ്ടെന്ന് ഇമാം ബുഖാരി അതിൽ അവിടെ പഠിപ്പിക്കുകയാണ്. അവിടെ ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ബുഖാരി വിവരിച്ചുകൊണ്ട് രേഖപ്പെടുത്തുന്നത് കണ്ടോ. വഫീ ഹാദിഹി തർജമതി, ഈ ഹെഡിങ് കൊടുത്തതിലുണ്ട് റദ്ദുൻ അലാ മൻ സഅമ, ചില വാദക്കാർക്ക് മറുപടിയുണ്ട്. എന്താ അവരുടെ വാദം? അന്ന ദുആ ബഅദ സ്വലാത്തി ലാ യുശ്റഉ, നിസ്കാര ശേഷം പ്രാർത്ഥന ഇസ്ലാമിക ശരീഅത്തിലില്ല, മതത്തിലില്ല എന്ന് പറയുന്നവർക്ക് മറുപടി ആ ഇമാം ബുഖാരിയുടെ ഹെഡിങ് അല്ലാഹുമ്മ അൻതസ്സലാമു മിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. ഇത് പറയുന്ന സമയം മാത്രമേ നബി തങ്ങൾ അവിടെ ഇരിക്കാറുള്ളൂ എന്ന് പറയുന്ന ഒരു ഹദീസ് മുസ്ലിമിലുണ്ട്. ആ ഹദീസാണ് നിസ്കാര ശേഷം പ്രാർത്ഥന ഇല്ല എന്ന് പറയുന്നവർ തെളിവിന് ഉദ്ധരിച്ചത് എന്ന് പറഞ്ഞിട്ട് അവർക്ക് മറുപടി പറയുന്നു ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ. വൽ ജവാബു, അവർക്കുള്ള മറുപടി അന്നൽ മുറാദ ബിൻ നഫീൽ മദ്കൂരി, ഇവിടെ പറഞ്ഞല്ലോ നബിതങ്ങൾ ഈ ദിക്ർ ചൊല്ലുന്ന സമയം മാത്രമേ അവിടെ സ്ഥിരപ്പെടാറുള്ളൂ, ഇരിക്കാറുള്ളൂ എന്ന് പറഞ്ഞല്ലോ. അതിന്റെ ഉദ്ദേശം നഫിയുസ്തിമുറാരിഹി ജാലിസൻ അലാ ഹൈഅതിഹി ഖബ്ല സലാമി ഇല്ലാ ബിഖദ്രി അൻ യഖൂല മാ ദുകിറ. അതിന്റെ അർത്ഥം അതാ ഖിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കുന്ന സമയത്ത് ഇരുന്ന ഇരുത്തമുണ്ടല്ലോ, അതേ ഇരുത്തം അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം എന്ന് ചൊല്ലുന്ന സമയമേ നബി ഇരിക്കാറുള്ളൂ എന്നാണ്. അപ്പൊ നബി അവിടെ ഇത്രയേ ഇരുന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ആ ഖിബിലക്ക് തിരിഞ്ഞുകൊണ്ട് അത്തഹിയാത്തിൽ ഇരുന്ന അതേ ഇരുത്തം ഈ ദിക്ർ കഴിയുന്നത് വരെ മാത്രമേ ഇരുന്നിട്ടുള്ളൂ എന്നാണ്. അത് മഹാനവറുകൾ സ്വന്തം വകയിൽ പറയല്ല, അതിന് തെളിവ് ഹദീസ് തന്നെ പറയുന്നു. ഫഖദ് സബത അന്നഹു കാന ഇദാ സല്ല അഖ്ബല അലാ അസ്ഹാബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം വീട്ടിയാൽ അവിടുത്തെ അനുയായികളിലേക്ക് മുന്നിട്ടിരുന്നു എന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട് ജനങ്ങളെ.
ഫയുഹ്മലു മാ ബറദ മിന ദുആഇ ബഅദ സലാത്തി. അപ്പോൾ നിസ്കാരത്തിന് ശേഷം റിപ്പോർട്ടിൽ വന്നിട്ടുള്ള ദുആകളുണ്ടല്ലോ, ആ ദുആയിനെ ചുമത്തപ്പെടേണ്ടതാണ്. അലാ അന്നഹു കാന യഖൂലുഹു ബഅദ യുഖ്ബില ബിവജ്ഹിഹി അലാ അസ്ഹാബി. നബി തങ്ങൾ ആ ദുആ ചൊല്ലാറുള്ളത്, ആ ദുആ ചെയ്യാറുള്ളത് സഹാബത്തിലേക്ക് മുഖം കൊണ്ട് മുന്നിട്ടതിന്റെ ശേഷമാണ്. ആ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്ത ദുആ എടുത്തു പറയുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് കാണാം ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് എടുത്തു പറയുന്നു, ഹദീസ് സയ്യിദ് ഇബ്നു അർഖബിൻ സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദ്ഉ ഫീ ദുബരി കുല്ലി സലാത്തിൻ. എല്ലാ നിസ്കാരത്തിന്റെ ഉടനെയും നബി തങ്ങൾ ദുആ ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലാഹുമ്മ റബ്ബനാ വ റബ്ബ കുല്ലി ശൈഇ. ബഹുവചനത്തോടുകൂടി തന്നെ ഞങ്ങളുടെ റബ്ബേ, സർവവസ്തുവിന്റെയും റബ്ബേ എന്ന് പറഞ്ഞ് നബി തങ്ങൾ ദുആ ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ടെന്നും കൂടി അതാ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് എടുത്തുദ്ധരിക്കുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിന് ശേഷം അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വ ശുക്രിക തുടങ്ങിയ ഏകവചനം കൊണ്ടുള്ള ദുആയും അതേ സമയത്ത് തന്നെ അല്ലാഹുമ്മ റബ്ബനാ വ റബ്ബ കുല്ലി ശൈഇൻ തുടങ്ങിയ ബഹുവചനം കൊണ്ടുള്ള ദുആയും രണ്ടും അവിടുന്ന് നിസ്കാര ശേഷം നടത്തിയിട്ടുണ്ട്. അതിന്റെ തെളിവുകളാണ് ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് ശേഷം വിശദമായി വിവരിക്കുന്നത് കേട്ടോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിന് ശേഷം കൂട്ടുപ്രാർത്ഥനയും നടത്തിയിട്ടുണ്ട്, കൂട്ടുപ്രാർത്ഥന കൊണ്ടുവന്നിട്ടുണ്ട്. മൗലവി ഇപ്പോൾ പ്രസംഗിക്കാൻ വേണ്ടി വന്നിട്ട് അദ്ദേഹം പറയുന്നത് തുഹ്ഫയിലുള്ള ഇബാറത്ത് പേരോട് മുമ്പ് തെളിവ് പറഞ്ഞിട്ട് ഞാൻ തുഹ്ഫ വായിച്ചിട്ട് കൃത്യമായി പറഞ്ഞിരുന്നു, എന്നിട്ട് അതിന് പേരോട് മറുപടി പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറയും. മൗലവിക്ക് സാധാരണ സ്വഭാവം അദ്ദേഹം കൃത്രിമം പറഞ്ഞാൽ കൃത്യമായി എന്ന് പറയും, സുഹൃത്തുക്കളെ എന്ന് വിളിച്ചാൽ നിർബന്ധമായും കള്ളം പറയും. അത് ഒരു ഉസൂലാണ്, അദ്ദേഹത്തിന്റെ അടിസ്ഥാനമാണ്. അതനുസരിച്ച് തുഹ്ഫയിൽ അദ്ദേഹം നടത്തിയ കൃത്രിമം ഞാൻ പിന്നീട് ചൂണ്ടിക്കാണിക്കും. കൃത്യമായി ഞാൻ പറഞ്ഞു അയാൾ പറയുന്നത് ആദ്യം ഒന്ന് കേട്ടോളി, ഒന്ന് വെച്ചു കൊടുക്കുവാനെ. മക്കയിലും മദീനയിലുമൊക്കെ നിസ്കാരശേഷം കൂട്ടുപ്രാർത്ഥനയുണ്ടോ എന്ന് ഞാൻ പല കാര്യങ്ങൾ ചോദിച്ച കൂട്ടത്തിൽ ചോദിച്ചിരുന്നു. അപ്പോഴോ മറുപടിയായിട്ട് എന്റെ മുമ്പിൽ തുഹ്ഫയിൽ എന്നുള്ള ഒരു ഇബാറത്ത് വായിച്ചു. തുഹ്ഫയിൽ എന്നുള്ള ഇബാറത്ത് വായിച്ചിട്ട് പറഞ്ഞു അതിങ്ങനെ അവിടെ കൂട്ടുപ്രാർത്ഥനയുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന നിലക്ക് വായിച്ചപ്പോ എന്റെ കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ ആ വാചകം കൃത്യമായി വായിച്ചിട്ട് പറഞ്ഞു, ഇതിലെവിടെയാണ് മുസ്ലിയാരെ മസ്ജിദുൻ നബവിയിൽ വെച്ച് കൂട്ടുപ്രാർത്ഥന നടത്തിയെന്ന് രേഖ എവിടെയാണ് എന്ന് ചോദിച്ചിരുന്നു. അതിന് മൂപ്പര് മറുപടി പറഞ്ഞിട്ടില്ല. അതിന് മൂപ്പര് മറുപടി പറഞ്ഞിട്ടില്ല. അത് പച്ചക്കള്ളമാണ്. ഞാൻ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്, നീണ്ട മറുപടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരൊറ്റ ദിവസം കൊണ്ട് 4 ദിവസത്തെ പ്രസംഗത്തിന് മറുപടി പറഞ്ഞത് കൊണ്ട് സ്റ്റേജിൽ വെച്ച് മറുപടി പറയാൻ സമയം കിട്ടാത്തതിനാൽ ഞാനത് നാദാപുരത്തെ പള്ളിയിൽ വെച്ച് ഒരു റമദാനിൽ ഒരു ദിവസം പ്രത്യേക പരിപാടി വെച്ചിട്ട് മറുപടി പറഞ്ഞ് ആ കേസറ്റ്, ആ CD വാസ്തവത്തിൽ സെലഫിക്കുള്ള മറുപടിയുടെ കൂടെ CD ആക്കി തന്നെ പ്രസിദ്ധീകരിച്ചിട്ടും ഉണ്ട്. അത് മൗലവി പച്ചക്കള്ളം പറഞ്ഞതാണ്, ഞാനതിന് മറുപടി പറഞ്ഞിട്ടില്ല. ആ മറുപടി നീണ്ട മറുപടിയാണ്, പള്ളിയിൽ വെച്ചുള്ള പ്രസംഗമാണ്. അതുകൊണ്ട് അതിന്റെ ലാസ്റ്റ് ഭാഗം മാത്രം ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കുന്നു. വിശദമായി പറഞ്ഞിട്ട് ലാസ്റ്റ് പറഞ്ഞ് തുഹ്ഫയിൽ മൗലവി പറഞ്ഞ അർത്ഥമൊക്കെ തെറ്റാണ് എന്നാണ് അവസാനം ഞാൻ പറഞ്ഞത്. അതൊന്ന് കേട്ടോളൂ. മറ്റുള്ള വാചകങ്ങളെല്ലാം പലരും തെറ്റിദ്ധരിപ്പിക്കുകയാണ്. കിതാബ് അറിയാതെ കിതാബിന്റെ വാചകങ്ങളുടെ അർത്ഥം മനസ്സിലാക്കാതെ പോകലാണ് നല്ലതെന്നുള്ളൂ, തുറപ്പയിൽ പോകലാണ് നല്ലതെന്നുള്ള വലിയ പച്ചക്കള്ളമാണ്. വാസ്തവത്തിൽ തുറപ്പയിൽ പറഞ്ഞത് ഇമാം മാറി ഇരുന്നിട്ട് അവിടെ വെച്ചിരിക്കുക എന്നർത്ഥമെന്നാണ്. അത് മനുഷ്യന്മാരെ പറ്റിക്കാൻ വേണ്ടി എഴുന്നേറ്റ് പോകണമെന്ന് പറയുന്നത് ശരിയല്ല. തുറപ്പയിൽ എഴുന്നേറ്റ് പോകണമെന്നാ ഉള്ളതെന്ന് പറഞ്ഞ് പച്ചക്കള്ളമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ ലാസ്റ്റ് ഭാഗമാണ്, നീണ്ട നിലക്ക് പ്രസംഗിച്ചിട്ടുണ്ട്. ഇനി അപ്പൊ ഞാനതിന് മറുപടി പറഞ്ഞില്ലായിരുന്നേ കളവാണ്. ആദ്യമായിട്ട് അയാൾ എന്താ ചോദിച്ചതെന്ന് എന്താന്ന് അയാൾക്ക് ഓർമ്മയില്ല. അയാളെന്താ ചോദിച്ചത് അയാൾക്ക് ഓർമ്മ ഉണ്ടേ. അയാളെ ചോദിച്ചത് എന്താണെന്ന് പറഞ്ഞതിനെ 2 നിലക്കാണ്. അയാൾ ആദ്യം പറയുന്നത്
മദീനയിൽ ഇന്ന് നടപ്പുണ്ടോ എന്നാ ഞാൻ ചോദിച്ചത്. എന്നാൽ അതേ മനുഷ്യൻ തന്നെ വേറെ സമയത്ത് പറയുന്നത് ചോദിച്ചത് മദീനയിൽ ഉണ്ടോ എന്നാണ്. മദീനയിൽ ഉണ്ടോ എന്നാ ചോദിച്ചതെന്ന് ഒരിക്കൽ പറയുന്നത് മദീനയിൽ ഇന്ന് നടപ്പുണ്ടോ എന്നാ ചോദിച്ചത്. അത് വെവ്വേറെ അങ്ങ് വെച്ചുകൊടുത്തേ. ഒന്നാദ്യം മദീനയിൽ ഇന്ന് നടപ്പുണ്ടോ എന്ന് ചോദിച്ചൊന്ന് വെച്ചുകൊടുത്തേ. നിങ്ങളുടെയൊക്കെ പള്ളികളിൽ കാണുന്നുവല്ലോ, ഇമാമു സലാം വീട്ടിൽ കഴിഞ്ഞാൽ ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നിട്ട് മഅ്മൂമികളുടെ മുമ്പിൽ വെച്ച് ഉറക്കെ ദുആ ചെയ്തുകൊണ്ട് മഅ്മൂമിങ്ങൾ ആമീൻ പറയുന്ന സമ്പ്രദായമുണ്ടല്ലോ. ഇത് മക്കയിലുണ്ടോ? മദീനയിൽ നിന്ന് നടപ്പുണ്ടോ? മദീനയിൽ നിന്ന് നടപ്പുണ്ടോ? മദീനയിൽ നിന്ന് നടപ്പുണ്ടോ? മദീനയിൽ ഇന്ന് നടപ്പുണ്ടോ? എന്നാൽ അതേ മനുഷ്യൻ തന്നെ അയാൾ ചോദിച്ച ചോദ്യം എന്താണെന്ന് പിന്നെ ഒരിക്കൽ പറയുന്ന നോക്ക്, വെച്ചുകൊടുത്തത്. മൂപ്പരോട് ഞാൻ ചോദിച്ചത് മക്കയിലും മദീനയിലും ഉണ്ടോ എന്നാണ്. മൂപ്പരോട് ഞാൻ ചോദിച്ചത് മക്കയിലും മദീനയിലും ഉണ്ടോ എന്നാണ്. മൂപ്പരോട് ഞാൻ ചോദിച്ചത് മക്കയിലും മദീനയിലും ഉണ്ടോ എന്നാണ്. നേരത്തെ പറഞ്ഞതോ മദീനയിൽ ഇന്ന് നടപ്പുണ്ടോ എന്നാണ്. അപ്പൊ മൂപ്പര് ചോദ്യം തന്നെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. എന്താ ചോദിച്ചതെന്ന് മൂപ്പർക്ക് ഓർമ്മയില്ല. ഇനി അയാള് ചോദിച്ചതിന് ഞാൻ പറഞ്ഞ മറുപടി, ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ മറുപടി, അതിന്റെ ക്ലിപ്പാണ് കേൾപ്പിക്കുന്നത്. കേട്ടോളൂ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ചോദിച്ചത് എന്താണ്? അവിടെ കൂട്ടുപ്രാർത്ഥനയുണ്ടോ? ഇല്ലേ. നിങ്ങൾ അവിടെ കൂട്ടുപ്രാർത്ഥന ഇപ്പൊ നടത്തുന്നില്ല എന്നല്ലാതെ. എടുക്കുമോനെ തുഹ്ഫ ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്നു, വയുഅയ്യിദുഹു അന്നൽ ഖുലഫാ അർ-റാഷിദീന വമൻ ബഅദഹും കാനൂ യുസല്ലൂന ബിമിഹ്റാബിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വലം യുറഫു അൻ അഹദൻ മിൻഹും ഖിലാഫു മാ ഉരിഫ മിൻഹു. അല്ലാഹുവിന്റെ റസൂൽ മിഹ്റാബിൽ വലതുഭാഗം മഅ്മൂമിങ്ങളിലേക്കും ഇടതുഭാഗം ഖിബലയിലേക്കുമാക്കി തിരിഞ്ഞിരിക്കലാണ് പതിവ്. ആ നിലക്ക് തന്നെയാണ് 4 ഖുലഫാഉർ റാഷിദീങ്ങളും തിരിഞ്ഞിരുന്ന് ദുആ നടത്തിയതെന്ന് ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്നു. അപ്പൊ തിരിഞ്ഞിരുന്ന് ദുആ ചെയ്യുന്ന പതിവ് മക്കയിലും മദീനയിലും ഉണ്ടായിരുന്നു. നിങ്ങൾ എടുത്തു കളഞ്ഞതാണ്. ഇനി നിങ്ങൾ നോക്കൂ, റസൂലുള്ള കൂട്ടുപ്രാർത്ഥന മദീനയിൽ വെച്ച് നടത്തിയിരുന്നു. കേട്ടോളൂ. സല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫജ്റ ثم اقبل على القوم وقال اللهم بارك لنا في مدينتنا وبارك لنا في مدنا وصائنا. അല്ലാഹുവിന്റെ റസൂൽ, ഓ അല്ലാഹുവേ, ഞങ്ങളെ മുത്തിൽ ബർക്കത്ത് ചെയ്യണേ, ഞങ്ങളെ മദീനയിൽ ബർക്കത്ത് ചെയ്യണേ, ഞങ്ങളെ സായിൽ ബർക്കത്ത് ചെയ്യണേ, ഞങ്ങളെ ഭക്ഷണത്തിൽ ബർക്കത്ത് ചെയ്യണേ എന്ന് കൂട്ടുപ്രാർത്ഥന നടത്തി മുഹമ്മദുർ റസൂലുള്ളാഹി. സുബ്ഹിന്റെ ശേഷം കൂട്ടുപ്രാർത്ഥന നടത്തി മദീനത്തെ പള്ളിയിൽ. അത് വഫാഉൽ ഫൈൽ ഇമാം സുംഹൂദി സഹീഹായ പരമ്പര കൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ നബിയും സഹാബത്തും മക്കയിലും മദീനയിലും കൂട്ടുപ്രാർത്ഥന നടത്തിയവരാണ്. മക്കയിലും മദീനയിലും കൂട്ടുപ്രാർത്ഥന ഇല്ലെന്ന് നിങ്ങളെ പറഞ്ഞു പറ്റിച്ചത്, നിങ്ങളെ തൊട്ടപ്പം മൗലൈമാര് പറഞ്ഞു പറ്റിച്ചതല്ലേ? ഇതാണ് ഞാൻ തുഹ്ഫ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞ വാക്ക്. അതിൽ തന്നെ തുഹ്ഫ ഉദ്ധരിച്ചു, അതിന്റെ ശേഷം വഫാഉൽ ലുഹ ഉദ്ധരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂട്ടുപ്രാർത്ഥന നടത്തിയ ഹദീസും ഉദ്ധരിച്ചു. അത് സഹീഹാണെന്ന് മജ്മുഅ സവായിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ഹദീസ് ഇരിക്കട്ടെ. എന്നാൽ മൂപ്പരെന്താ ചെയ്തറിയോ? മൂപ്പര് ഈ തുഹ്ഫയുടെ ഇബാറത്ത് ഞാൻ വായിച്ച അർത്ഥം പറഞ്ഞപ്പോ അതിന്റെ അർത്ഥം മാറ്റിയിട്ട് മൂപ്പർ തുഹ്ഫന്റെ ഇബാറത്തിന്റെ അർത്ഥം മുഴുവനൊന്ന് മാറ്റിയിട്ട് സദസ്സിനെ കബളിപ്പിക്കുന്ന രംഗങ്ങളാണ് ഞാൻ ഓരോന്നോരോന്നായി തൊലി കുറിച്ച് കാണിക്കാൻ പോകുന്നത്. ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഒന്നാമത്തത് നിങ്ങൾ കേട്ടു. ഞാൻ അത് കേൾപ്പിക്കുന്നതിന് മുമ്പ് അയാള് എന്നിട്ട് എന്നെ സംബന്ധിച്ച് പറയുന്നത്, ദുർവ്യാഖ്യാനം മുഴുവനും ചെയ്യുന്ന മൗലവി എന്നെ പറ്റി പറയുന്നത്, നിങ്ങൾക്ക് എങ്ങനെയാ ദുർവ്യാഖ്യാനത്തിന് കഴിയുന്നത്? എങ്ങനെ? അയാൾ ദുർവ്യാഖ്യാനം ചെയ്യാൻ തുടങ്ങുമ്പോ അയാളത് ദുർവ്യാഖ്യാനം അല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അയാൾ ആദ്യം എന്നോട് പറയാണ് നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യാൻ കഴിയുന്നത്? അതൊന്ന് ആദ്യം കേട്ടോളി, എന്നിട്ട് ഞാൻ അയാളെ ദുർവ്യാഖ്യാനം ഓരോന്നോരോന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് എങ്ങനെ ഇതിന് കഴിയുന്നു? നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ ദുർവ്യാഖ്യാനിക്കാൻ സാധിക്കുന്നു? അതെ, നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ ദുർവ്യാഖ്യാനിക്കാൻ സാധിക്കുന്നു എന്നാ ഉപരിചിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ ദുർവ്യാഖ്യാനിക്കാൻ സാധിക്കുന്നു? അയാൾക്ക് ഉറപ്പാണ് അയാളെ പോലെ ദുർവ്യാഖ്യാനിക്കാൻ എന്നെ കൊണ്ട് സാധ്യമല്ല. പറഞ്ഞു മനസ്സിലായില്ലേ? അതായത് അയാൾ ദുർവ്യാഖ്യാനിക്കുന്നത് പോലെ എനിക്ക് ദുർവ്യാഖ്യാനിക്കാൻ സാധിക്കൂല എന്നുള്ള അയാൾക്ക് എന്നറിയാം. കാരണം ഞാൻ ഈമാനുള്ള ആളാണെന്ന് അയാൾക്ക് ഉറപ്പാണ്.
അപ്പൊ അയാൾ അതുകൊണ്ടാ പറയുന്നത്, നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ ദുർവ്യാഖ്യാനിക്കാൻ സാധിക്കും? അയാൾ ദുർവ്യാഖ്യാനിക്കും പോലെ എനിക്ക് ദുർവ്യാഖ്യാനിക്കാൻ കഴിയൂല എന്ന് അയാൾ തന്നെ പറഞ്ഞതായിരിക്കണം അത്. കാരണം ദുർവ്യാഖ്യാനിച്ച അയാളാണല്ലോ. പിന്നെ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ നീ അങ്ങോട്ടല്ലാണ്ട് മടങ്ങാൻ വകുപ്പില്ലല്ലോ. ഇങ്ങോട്ട് മടങ്ങണമെങ്കിൽ അല്ലെങ്കിൽ ആ ഇഷാറത്ത് അങ്ങോട്ടല്ലാണ്ട് ആ സാധ്യതയില്ലല്ലോ. കാരണം നമ്മൾ ദുർവ്യാഖ്യാനം ചെയ്തിട്ട് നമ്മൾ എന്താ പറയാ പറഞ്ഞത്? ഇനി ഞാൻ പറഞ്ഞ ദുർവ്യാഖ്യാനം അല്ല എന്നുള്ളതിന് നിങ്ങൾക്ക് ഇവര് തന്നെ പ്രസിദ്ധീകരിച്ച CD-യിൽ വളരെ കിതാബ് തിരിയുന്ന ആളായിട്ട് അവര് ചൂണ്ടിക്കാണിച്ച സദഖത്തുൽ മുസ്ലിയാരെ ചൂണ്ടിക്കാണിച്ചല്ലോ. അപ്പൊ സദഖത്തുൽ മുസ്ലിയാർക്ക് കിതാബ് തിരിയും എന്നത് മൗലവിമാര് സമ്മതിച്ചല്ലോ. കിതാബ് തിരിയൂരാന്ന് പറഞ്ഞാൽ വലിയ തെറ്റാണെന്ന് നിങ്ങൾ സമ്മതിച്ചല്ലോ. ആ സദഖത്തുൽ മുസ്ലിയാര് അയ്യഖൂമ മിൻ മുസല്ലാഹു എന്നതിന് മഹാനവറുകളുടെ ഫത്വയിൽ എന്താ അർത്ഥം പറയുന്നത് എന്ന് നിങ്ങൾ കേട്ടോളൂ. തുഹ്ഫയിലെ ഇൻഷാല്ലാ ശേഷം ഞാൻ പറയും, അതിന് മുമ്പൊന്ന് കേൾപ്പിക്കാൻ, ശരിക്കും കേട്ടോളൂ. തുഹ്ഫയിലെ ഖിയാമിനും അൻവാർ പറഞ്ഞ നിൽക്കുക എന്ന അർത്ഥം നൽകുന്നതിൽ തടസ്സമില്ല. പിന്നെ എങ്ങനെയാണ് സ്ഥലം വിടലാണ് ഇമാമിന് ഏറ്റവും നല്ലതെന്ന് വ്യക്തമാവുക? എന്നിട്ട് പിന്നെയും പറയാന് ഖിയാമിന് അൻവാറിൽ പറഞ്ഞ ക്രമത്തിൽ എഴുന്നേറ്റ് നിൽക്കുക എന്ന അർത്ഥം ഉദ്ദേശിച്ചാൽ തുഹ്ഫയിലും ഫത്ഹുൽ മുഈനിലും ശേഷം വിവരിച്ചതിന് വിരുദ്ധമാവുകയില്ല. എന്നിട്ട് വിശദീകരിച്ചിട്ട് ബഹുമാനപ്പെട്ടവര് പറയാണ്, മറ്റൊരു സ്ഥലത്ത് പോയി ഇരിക്കുന്ന പ്രശ്നമേ ഉത്ഭവിക്കുന്നില്ല. വളരെ വ്യക്തമായിട്ട് പറയാൻ. അപ്പോ ഞാൻ പറഞ്ഞത് മഹാനായ സദഖത്തുള്ള മുസ്ലിയാരൊക്കെ അവിടെ അയ്യഖൂമ മിൻ മുസല്ലാഹു എന്നതിന് എഴുന്നേറ്റ് പോവുക എന്നർത്ഥം പറയാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. ആ സദഖത്തുൽ മുസ്ലിയാർ കിതാബ് ചെയ്യുന്ന ആളാണ്, അല്ലാന്ന് പറഞ്ഞാൽ മോശമാണ് എന്നാണ് നേരത്തെ അവർ പറഞ്ഞത്. ഇത് ഇയാൾ വെച്ചുകൊണ്ട് ഞാൻ അവരുടെ ദുർവ്യാഖ്യാനം എന്താണെന്ന് ചൂണ്ടിക്കാണിക്കാം. ഒന്നാമത്തെ ദുർവ്യാഖ്യാനം മൗലവി ചെയ്തത് വൽ അഫ്ളലു ലിൽ ഇമാമി ഇദാ സല്ലമ അൻ യഖൂമ മിൻ മുസല്ലാഹു എന്നതിന് മൗലവി വെക്കുന്ന അർത്ഥം എന്താ അറിയോ? ഇമാമിന് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് സലാം വീട്ടിയാൽ അവൻ നിസ്കരിച്ച സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് പോകലാണ് എന്ന് അർത്ഥം വെച്ചത്. യഖൂമ എന്നുള്ളതിന് എഴുന്നേറ്റ് പോകലാണ് എന്നാണോ അവിടെ അർത്ഥം? യഖൂമ എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് പോകലാണ് എന്നാണോ എവിടെയും അർത്ഥം? അങ്ങനെയാണെങ്കിൽ അതൊന്ന് ആദ്യം കേൾപ്പിച്ചിട്ട് ഞാൻ പറയാം, വിശദീകരിക്കുക. ഒന്ന് വെച്ചോട്ടവനെ. ശ്രേഷ്ഠകരമായ കാര്യം ഇദാ സല്ലമ, ഇമാമ് സലാം വീട്ടിക്കഴിഞ്ഞാൽ ഇമാമിന്റെ ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യം എന്താണെന്നോ? അൻ യഖൂമ, അയാൾ എഴുന്നേറ്റ് പോകലാണ്. മിൻ മുസല്ലാ, അയാൾ നിസ്കരിച്ച സ്ഥാനത്ത് നിന്ന് അയാൾ എഴുന്നേറ്റ് പോകലാണ് ഏറ്റവും നല്ലത്. ഇത് ഫിഖ്ഹിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. നിസ്കരിച്ച സ്ഥലം അയാൾ വിട്ടുപിരിഞ്ഞു പോകണം. അഖിബ സലാമിഹി. ഇനി ചോദിക്കണ്ട എന്നോട്, മൗലവി നിങ്ങൾക്ക് യഖൂമയുടെ അർത്ഥം തിരിഞ്ഞിട്ടില്ല. യഖൂമ എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് പോകണം എന്നെവിടെയാ മൗലവി ഉള്ളത്? എഴുന്നേറ്റ് അവിടെ തന്നെ നിൽക്കണം എന്നാണ് അർത്ഥമെന്നൊന്നും ഇനി പറഞ്ഞ് ഞാനൊരു ഫുള്ള് മൊയിലേരാണ്, നിങ്ങളൊക്കെ അരബുസ്ലിയാക്കന്മാരാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കണ്ട. അത് പറയുമ്പോ മറ്റു ഇബാറത്തുകളും നോക്കിയിട്ട് പറഞ്ഞാൽ മതി. എന്താ അതിന്റെ ഉദ്ദേശമെന്ന് അപ്പൊ തിരിയുമല്ലോ. പറയട്ടെ. അപ്പൊ നിങ്ങൾ കേട്ടില്ലേ എന്താ മൗലവി പറയുന്നത്? മൗലവി പറയുന്നത് അയ്യപ്പും അതിനാൽ എഴുന്നേറ്റ് പോകലാണ്, അത് എഴുന്നേറ്റ് നിൽക്കലാണ് എന്നൊന്നും പറഞ്ഞിട്ട് ഞാൻ വലിയ മൂല്യാരാണ്, നിങ്ങളൊക്കെ അരയാണ് എന്ന് പറയണ്ട. എഴുന്നേറ്റ് പോകലാണ് എന്നല്ല അവിടെ അർത്ഥം, എഴുന്നേറ്റ് നിൽക്കലാണ് എന്നാണെന്ന് പറഞ്ഞ് ഞാനാ അത് പറഞ്ഞ സദഖത്തുള്ള മുസ്ലിയാരാണ്. അപ്പൊ സദഖത്തുള്ള മുസ്ലിയാരാണോ ഞാനൊരു ഫുള്ള് മൊയിലാരാണ്, നിങ്ങളൊക്കെ അര മുസ്ലിയാരാണ് എന്ന് പറഞ്ഞത്? സദഖത്തുള്ള മുസ്ലിയാർക്ക് കിതാബ് തിരിയൂല എന്ന് പറഞ്ഞിരുന്നത് എന്നാണ് നിങ്ങളെ ചെയ്തിട്ടുള്ളത്. ആ സദഖത്തുള്ള മുസ്ലിയാരാ പറഞ്ഞത് അയ്യഖൂമ മിൻ മുസല്ലാഹു എന്നതിന് സ്ഥലം വിടുക എന്നല്ല അർത്ഥം, അതുപോലെ പോവുക എന്നല്ല അർത്ഥം. അവിടെ അയ്യഖൂമ മിൻ മുസല്ലാഹു എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് നിൽക്കുക എന്നേ അർത്ഥമുള്ളൂ. അപ്പൊ സദഖത്തുള്ള മുസ്ലിയാർ പറഞ്ഞതിനെയാണ് മൂപ്പർ ചോദ്യം ചെയ്യുന്നത്. നാദാവത്ത് വന്നിട്ട് ഇനി ഒന്നുകൂടി പറയാം. എന്റെ മൂപ്പര് പറഞ്ഞവര് ഒന്ന് കണ്ടോ, എന്താ പറഞ്ഞോ? മറ്റ് അങ്ങനെ പറഞ്ഞാലേ മറ്റ് ഇബാർത്ത് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. അപ്പൊ ആൾക്കാർക്ക് തോന്നും ഇയാൾ എല്ലാ ഇബാർത്തും നോക്കിയിട്ടായിരുന്നു പറയുന്നത്. എന്താണ് മൗലവിന്റെ തട്ടിപ്പ് അറിയോ? വാസ്തവത്തിൽ മറ്റ് ഇബാർത്തുകളിലൊക്കെ ഉള്ളത് എന്താണ്? അതിന് എഴുന്നേറ്റ് പോകലെന്ന് അർത്ഥമില്ലാന്നാ. മറ്റുള്ള കിതാബിന്റെ ഇബാർത്തുകളൊക്കെ പഠിപ്പിക്കുന്നത് എഴുന്നേറ്റ് പോകലെന്ന് അർത്ഥമില്ലാന്ന്. അതാ സദഖത്തുൽ മുസ്ലിയാർ അൻവാറിൽ പറഞ്ഞതുപോലെ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുക എന്നാകാം.
ഒരു വ്യാഖ്യാനമാണ് സദഖത്തുൽ മുസ്ലിയാർ പറഞ്ഞത്. ഇനിയോ മറ്റൊന്നുണ്ട്. ഇബാറത്തിൽ എന്താ ഉള്ളത്? മറ്റിബാറത്തുകൾ എന്താ ഉള്ളത്? മറ്റിബാറത്തിലുള്ളത് ഖിയാം കൊണ്ട് ഉദ്ദേശം എഴുന്നേറ്റ് പോകലല്ലാന്ന. ഖിയാം എന്നതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ് ഇമാമികൾ പറഞ്ഞത്? കേട്ടോളൂ. മറ്റ് ഇബാറത്തുകളിൽ നോക്കിയിട്ടേ പറയുന്നത്. മൗലവി ഈ പാവം മുജാഹിദികളെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞ വാചകമാണ്. മറ്റ് ഇബാറത്ത് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. അല്ല, ആ മുജാഹിദികളെ പറ്റിക്കാന്നല്ലാതെ സുന്നി മുസ്ലിംമാരെ പറ്റിക്കാൻ കഴിയില്ല. ഇമാമി ബഅദ ഫറാദിഹി, ഇമാമ് നിസ്കാരത്തിൽ പിരിഞ്ഞതിന് ശേഷം ഇമാമിന് സുന്നത്താക്കപ്പെടും അൻ യതഹബ്ബല അനിൽ ഖിബിലത്തി, ഖിബിലയിൽ നിന്ന് അവൻ തിരിയൽ, ബിഹൈസു ഒരു നില കൊണ്ട്, യഅലമുദ്ദാഖിലു കടന്നു വരുന്ന വ്യക്തിക്ക് മനസ്സിലാകും, അന്നഹു ലൈസ ഫി സ്വലാത്തി, ആ ഇമാമ് ഇപ്പോൾ നിസ്കാരത്തിലല്ല എന്ന് മനസ്സിലാകും. വഹാദ, ഈ തിരിയലാണ് മുറാദുമൻ അബ്ബറ ബിൽ ഖിയാമി, എഴുന്നേൽക്കൽ എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുടെ വാചകം കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത്. അപ്പൊ ഖിയാം, എഴുന്നേൽക്കൽ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത് തിരിയലാണ്, ഖിബിലയെ തൊട്ട് തിരിയലാണ് എന്ന് ഞാനല്ല പറയുന്നത്. ഇമാം ഖല്ലൂബി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഹാഷിയയിൽ, മഹല്ലിയുടെ ഹാഷിയയിൽ വിശദീകരിച്ചതായി കാണാം. അത് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഖിബിലയെ തൊട്ട് തിരിയണം എന്ന് പറഞ്ഞല്ലോ. അത്തിരിച്ചൽ എങ്ങനെയാ തിരിയേണ്ടത്? വയുന്തബു ജഅലു യമീനിഹി ലിൽ ഖൗമി, ജനങ്ങളിലേക്ക് വലതുഭാഗം ആക്കൽ സുന്നത്താക്കപ്പെടും. വലൗ ഹാല ദുആഇഹി, അത് ദുആ ചെയ്യുന്ന അവസരത്തിലാണെങ്കിലും. എന്നാൽ അവിടെ മഹാനവറുകൾ ഇമാം റംലി റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായത്തെ പിന്തുണച്ചുകൊണ്ട് ഒരഭിപ്രായം പറയും. എന്താണ്? ഇല്ലാ ഫീ മസ്ജിദിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിൽ ഒഴികെ, ലിമൻ ഫീ മുഖാബലത്തിൽ ഹുജ്റത്തി ശരീഫത്തി, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്ന മഹത്തായ ആ റൂമിന്റെ നേരെയുള്ള വ്യക്തിക്ക്, ആ പള്ളിയിൽ ഒഴികെ, ഫയജ്അലു, അദ്ദേഹം ആക്കണം, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്ന റൂമിന്റെ നേരെയുള്ള ആള് ആയ ഇമാം ആക്കണം, യസാറഹു, അദ്ദേഹത്തിന്റെ ഇടതുഭാഗം, ഇലൈഹിൽ ജനങ്ങളിലേക്കാക്കണം, ലിഅല്ലാ യസ്തദ്ബിറൽ ഖബ്ർ ശരീഫ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ മഹത്തായ ഖബറിനോട് അദ്ദേഹത്തിന്റെ പിൻഭാഗം മുന്നിട്ട് പോകാതിരിക്കാൻ വേണ്ടി. ഇതാണ് ഇമാം ഖല്ലൂബി റഹിമഹുല്ലാഹ് പറയുന്നത്. അപ്പൊ എന്താ പറഞ്ഞത്? വഹാദാ മുറാദു മൻ അബ്ബറ ബിൽ ഖിയാം, ഖിയാം എഴുന്നേൽക്കൽ എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുടെ ഉദ്ദേശം, അതുകൊണ്ടുള്ള ഉദ്ദേശം എഴുന്നേറ്റ് പോകൽ അല്ല, മറിച്ച് ഖിബിലയെ തൊട്ട് തിരിയൽ എന്നാണ് എന്ന് ഇമാം ഖല്ലൂബി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചു. അപ്പൊ മറ്റ് ഇബാറത്തുകളിൽ ഉള്ളത് ഖിയാമിന്റെ അർത്ഥം എഴുന്നേറ്റ് പോകൽ എന്നല്ല, ഖിബിലയിൽ നിന്ന് തിരിയൽ എന്നാണ് ഖല്ലൂബിയിൽ ഉള്ളത്. എന്ന് മാത്രം അല്ല, അദ്ദേഹം തന്നെ വായിച്ച തുഹ്ഫ, ആ തുഹ്ഫയിൽ തന്നെ നിങ്ങൾക്ക് കാണാം, ആ തുഹ്ഫയുടെ ഹാസിയ അതിനോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഹാസിയയിൽ തന്നെ കാണാം, അൻ യഖൂമ മിൻ മുസല്ലാഹു യംബഗി അൻ യുസ്തസ്നാ മിൻ ദാലികൽ അദ്കാർ അല്ലതി തുലിബൽ ഇത്യാനു ബിഹാ ഖബ്ല തഹവ്വുലിഹി. കണ്ടോ, ഖിയാം എന്നതിന് ഇവിടെ ശർവാനിയും തഹവ്വുൽ എന്നാണ് അവിടെ അർത്ഥം കൽപ്പിക്കുന്നത്. തിരിയൽ എന്താണ് അവിടെ പറഞ്ഞത്? ഖിയാം, ഈ നിസ്കാരം കഴിഞ്ഞാൽ ഇമാമിന് ഖിയാം വേണം എന്ന് പറഞ്ഞ സ്ഥലത്ത് ആ തിരിയുന്നതിന് മുമ്പ് നടത്തേണ്ടുന്ന ദിക്ർ കഴിഞ്ഞിട്ടാണ് എന്ന് വെക്കണം. അപ്പൊ ഖിയാമിന് എന്താ അർത്ഥം മനസ്സിലാക്കിയത്? ഇതേ തുഹ്ഫയുടെ ഹാശിയയിൽ ശർവാനി എന്താണ് അർത്ഥം മനസ്സിലാക്കി രേഖപ്പെടുത്തിയിട്ടുള്ളത്? തഹവ്വുല്. അത് തന്നെയാണ് ഇമാം ഖല്ലൂബി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളും പറഞ്ഞത്. അപ്പൊ തുഹ്ഫയുടെ വിശദീകരണമായ ശർവാനിയിലും മഹല്ലിയുടെ വിശദീകരണമായ ഖല്ലൂബിയിലും എല്ലാ സ്ഥലത്തും പണ്ഡിതന്മാരെ ഇബാറത്തിൽ ഉള്ളത് ഖിയാം കൊണ്ടുള്ള ഉദ്ദേശം തഹവ്വുൽ ആണ്. അത് കൂടാതെ മറ്റൊരു വ്യാഖ്യാനമാണ് സദഖത്തുൽ മുസ്ലിയാർ ചൂണ്ടിക്കാണിച്ചത്, എഴുന്നേറ്റ് നിൽക്കൽ എന്ന് അൻവാറിൽ പറഞ്ഞതും ആകാം. ഏതായിരുന്നാലും എഴുന്നേറ്റ് പോകലാണ് എന്ന് ഒരു പണ്ഡിതന്റെ ഇബാറത്തിലും പറഞ്ഞിട്ടില്ല. അത് പാച്ചക്കള്ളം തുഹ്ഫയുടെ ഇബാറത്തിന് അർത്ഥം മാറ്റിപ്പറഞ്ഞ് മൗലവി ദുർവ്യാഖ്യാനം ചെയ്തതാണ്, കബളിപ്പിച്ചതാണ് എന്നാണ് എനിക്ക് മുസ്ലിം സമുദായത്തോട് പറയാനുള്ളത്. ഇനി അത് മനസ്സിലാക്കാനാണ് ഞാൻ സദഖത്തുൽ മുസ്ലിയാരുടെ പുസ്തകം കൂടി വായിച്ചത്. ഇത് ഞാൻ മാത്രം പറയുന്നതല്ല, കിതാബ് മനസ്സിലാകുന്ന പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് ഇങ്ങനെയാണ് എന്നതും കൂടി മനസ്സിലാക്കാനാണ്. ഇയാള്
പറഞ്ഞ അനുസരിച്ച് ഞാനൊരു തമാശ പറയാം. എന്താ അറിയൂ, ഇയാളിപ്പോ ഖിയാമിന് എന്താ അർത്ഥം വെച്ചത്? എഴുന്നേറ്റ് പോകല്ല, അതിനകത്ത് ഒപ്പം എന്നെ മറിക്കുക. നമ്മൾ ഇങ്ങോട്ട് മഹാനായ ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു അതാ നിസ്കാരത്തിന്റെ ഫർള് പറയുന്നു. എന്താ നിസ്കാരത്തിന്റെ ഫർള്? അസ്സാലിസു മിനൽ അർക്കാനി അൽ ഖിയാമു. നിസ്കാരത്തിന്റെ ഫർളുകളിൽ മൂന്നാമത്തത് ഖിയാമാണ്. മൗലവിന്റെ അർത്ഥം അനുസരിച്ച് എങ്ങനെ ഉണ്ടാകുക? നിസ്കാരത്തിന്റെ ഫർളുകളിൽ മൂന്നാമത്തത് എഴുന്നേറ്റ് പോകലാണ്. അപ്പൊ ഖിയാം എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് പോകലാണ് എന്ന് തൊഫക്ക് അർത്ഥം വെച്ചാൽ ഇവിടെ മൗലവി എന്താ ചെയ്യുക? നിസ്കാരത്തിന്റെ ഫർള് ഒന്നാമത്തെ നിയ്യത്ത്, രണ്ടാമത്തെ തക്ബീറത്തുൽ ഇഹ്റാം, മൂന്നാമത്തത് നിസ്കാരത്തിന്റെ ഫർളിൽ മൂന്നാമത്തെ എഴുന്നേറ്റ് പോകല്. ഇപ്പൊ മൗലവിന്റെ നിസ്കാരം എങ്ങനെ ഉണ്ടാവും? നാദാമത്തെ ഷാർജയിലേക്ക് ഒറ്റ നിസ്കാരം, കട്ടുപാറയുന്നു നാദാമത്തേക്ക് ഒരു നിസ്കാരം. എവിടുന്ന മൗലവി? കിതാബ് പിടിക്കാൻ അറിയോ നിങ്ങൾക്ക്? അർത്ഥം പറയല് പിന്നല്ലേ? കിതാബ് എങ്ങനെ പിടിക്കുന്നറിയോ? എന്നിട്ടല്ലേ കിതാബിന് അർത്ഥം തുഴപ്പക്ക് അർത്ഥം പറയേ? ആര് 4 പുസ്തകം വായിച്ചാൽ തുഴപ്പക്ക് അർത്ഥം പറയാൻ കഴിയോ? വിവരക്കേട് പറയുന്നതിനല്ലോ അതിന് എന്നിട്ട് പറയാം നിങ്ങൾക്ക് എങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യാൻ കഴിയും? ഞാൻ ഉസ്താദുമാരെന്ന് ഓതിപ്പറ്റി എനിക്കെങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യാൻ കഴിയും? എന്നിട്ട് അപ്പൊ ഒന്നാമത്തെ ദുർവ്യാഖ്യാനം യഖൂമു എന്നതിന് എഴുന്നേറ്റ് പോകൽ എന്നർത്ഥം വെച്ചു. ഇനി രണ്ടാമത്തെ കേട്ടോളി. രണ്ടാമത്തെ മൂപ്പരെങ്ങനെ പറയോ? ശരിക്ക് പഠിച്ചോ എന്നാ പറയുന്നത്. മൗലവി വിവരക്കാട് പറയുമ്പോ നമ്മളോട് പറയാ ശരിക്ക് പഠിച്ചോ. അതാണ് മൗലവിന്റെ രസാ. എന്നാ മൂപ്പര് പറഞ്ഞറിയോ? അൻ യഖൂമ മിൻ മുസല്ലാഹു. അതിന് മൂപ്പര് അർത്ഥം പറയാണ്. ശറഹുൽ മുഹദ്ദബിന്റെ ഇബാറത്തിന് അർത്ഥം പറയാണ്. ആ ശറഹുൽ മുഹദ്ദബിൽ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നത് ആദ്യം ഞാൻ കേൾപ്പിച്ചുകൊണ്ട് അദ്ദേഹം ദുർവ്യാഖ്യാനം ചെയ്ത സ്ഥലം ഞാൻ വിവരിച്ചു തരാം, കേട്ടോളൂ. അത് ദക്കർന ഇസ്തിഹ്ബാബ ദിക്രി വദ്ദുആഇ ലിൽ ഇമാമി വൽ മഅ്മൂമി വൽ മുൻഫരിദി. ഇമാമിനും മഅ്മൂമിനും ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന വ്യക്തിക്കും ദിക്റും ദുആയും സുന്നത്താണെന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. വഹുവ മുസ്തഹബ്ബുൻ. ആ ദിക്റും ദുആയും സുന്നത്താക്കപ്പെടുന്നതാണ് അഖിബ കുല്ലി സ്വലവാത്തി, എല്ലാ നിസ്കാരത്തിന്റെയും ഉടനെ, ബിലാ ഖിലാഫിൻ, അതിൽ തർക്കം ഇല്ല. വഅമ്മാ മഅ്താദഹു നാസു ഔ കസീറും മിൻഹും, അപ്പോൾ ചിലർ പതിവാക്കിയ ഒരു പതിവ്, അല്ലെങ്കിൽ അവരിൽ പലരും പതിവാക്കിയ ഒരു പതിവ്, മിൻ തഖ്സീസി ദുആഇൽ ഇമാമി, ഇമാമിന്റെ പ്രാർത്ഥന അവർ പ്രത്യേകമാക്കി, ബിസലാത്തൈ സുബ്ഹി വൽ അസ്രി, സുബ്ഹിന് ശേഷവും അസ്റിന് ശേഷവും മാത്രം ഇമാം ദുആ ചെയ്യുക, മറ്റുള്ള നിസ്കാരത്തിന് ദുആ ചെയ്യാതിരിക്കുക എന്നത് ഫലാ അസ്ല ലഹു. അങ്ങനെ 2 നിസ്കാരത്തിന് മാത്രം ഇമാം ദുആ എടുക്കുന്നത് അതിനടിസ്ഥാനം ഇല്ല. മറിച്ച് എല്ലാ നിസ്കാരത്തിന്റെ ഉടനെയും ഇമാമും ദുആ ചെയ്യണം, മഅ്മൂമും മുൻഫരിദും ദുആ ചെയ്യണം. വഇൻ കാന ഖദ് അസാറ ഇലൈഹി സാഹിബുൽ ഹാവി, ഹാവിയുടെ വക്താവ് അങ്ങനെ 2 നിസ്കാരത്തിന് ശേഷം ഇമാം ദുആ എടുക്കണം എന്നതിലേക്ക് ചൂണ്ടിയിട്ടുണ്ടെങ്കിലും, എന്നിട്ട് വിശദീകരിച്ചിട്ട് ബഹുമാനപ്പെട്ടവർ പറയാൻ ഫഖാല ഇൻ കാനത് സലാത്തൻ ലാ യുതനഫലു ബഅദഹാ, ശേഷം സുന്നത്ത് നിസ്കാരം ഇല്ലാത്ത നിസ്കാരമാണെങ്കിൽ കസുബ്ഹി വൽ അസ്രി, സുബ്ഹി അസ്ർ പോലെ, ഇസ്തദ്ബറൽ ഖിബ്ലത വസ്തഖ്ബലൻ നാസ, അങ്ങനെയാണെങ്കിൽ ഖിബ്ലക്ക് പിന്നിട്ടും ജനങ്ങളിലേക്ക് മുന്നിട്ടും ഇമാമി ഇരുന്നിട്ട് വദാ, സുബ്ഹിക്കും അസ്റിനും ദുആ എടുക്കണം. വഇൻ കാനത് മിമ്മാ യുതനഫലു ബഅദഹാ, ശേഷം സുന്നത്ത് നിസ്കാരമുള്ള നിസ്കാരമാണെങ്കിൽ കദ്ദുഹരി വൽ മഗ്രിബി വൽ ഇശായി, ആ 3 നിസ്കാരമാണെങ്കിൽ ഫയുഫ്താറു, അവിടെ മുഫ്താർ തിരഞ്ഞെടുക്കപ്പെടുന്നത് അൻ യുതനഫല ഫീ മൻസിലിഹി, അയാൾ അവിടെ വെച്ച് തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി സുന്നത്ത് നിസ്കരിക്കലാണ് എന്ന് സഹാബിയുടെ മുസന്നിഫ് പറഞ്ഞത്. വഹാദല്ലദീ അസാറ ഇലൈഹി മിനത് തഖ്സീസി, അങ്ങനെ 2 നിസ്കാരത്തിന് മാത്രമേ ഇമാം അവിടെ നിന്ന് ദുആ ചെയ്യേണ്ടതുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞത് ലാ അസ്ല ലഹു, അതിന് ഒരു അടിസ്ഥാനവും ഇല്ല. ബലി സവാബു, മറിച്ച് സത്യം, യഥാർത്ഥം, വസ്തുത, ബലി സവാബു, സത്യം, ഇസ്തിഹ്ബാബുഹു, സുന്നത്ത് ആക്കപ്പെടലാണ്, ഫീ കുല്ലി സ്വലവാത്തി, എല്ലാ നിസ്കാരത്തിനും സുന്നത്താക്കപ്പെടലാണ്, വയുസ്തഹബ്ബു, സുന്നത്താക്കപ്പെടും, അൻ യുഖ്ബില അലൻ നാസി, ജനങ്ങളിലേക്ക് അദ്ദേഹം മുന്നിടൽ, നേരിടൽ, ഫയദു, എന്നിട്ട് ദുആ ചെയ്യുകയാണ് വേണ്ടത്. അപ്പൊ ജനങ്ങളിലേക്ക് മുന്നിട്ട് എല്ലാ നിസ്കാരത്തിന് ശേഷം ഇമാമ് ദുആ ചെയ്യൽ സുന്നത്താക്കപ്പെടും എന്നതാണ് സത്യം. ഇമാം നവവി റളിയല്ലാഹു അൻഹു ശർഹുൽ മുഹദ്ദബിൽ പറഞ്ഞു. ഈ ഇബാറത്ത് മൗലവി മൂടി വെച്ചു. എന്നിട്ട് കുറെ
വിശദീകരിച്ചതിന് ശേഷം മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ ശറഹുൽ മുഹദ്ദബിൽ മുഹദ്ദബിന്റെ ഇബാറത്ത് വരുന്നുണ്ട്. ഇമാം ദുആ ചെയ്യണം എന്ന് പറഞ്ഞതിന്റെ ശേഷം മുഹദ്ദബിന്റെ ഇബാറത്ത് വരുന്നുണ്ട്. എന്താ ഇബാറത്ത്? ദുആ ഒക്കെ കഴിഞ്ഞാലേ ഇമാം എന്താ വേണ്ടത്? ഇമാം പിരിഞ്ഞു പോകണം. ആ പിരിഞ്ഞു പോകുന്ന സ്ഥലത്ത് ദിക്റും ദുആ കഴിഞ്ഞാൽ പിരിഞ്ഞു പോകല്ലേ വേണ്ടത്. പക്ഷെ ആ പിരിഞ്ഞു പോകുന്ന സ്ഥലത്ത് വൈദാ അറാദ അൻ യൻസരിഫ, ഇമാം പിരിഞ്ഞു പോകാൻ ഉദ്ദേശിച്ചാൽ ഫൈൻ കാന ഖൽഫഹു നിസാഉൻ, ആ ഇമാമിന്റെ പിന്നിൽ സ്ത്രീകളുണ്ടെങ്കിൽ ഉസ്തുഹിബ്ബ ലഹു, അദ്ദേഹത്തിന് സുന്നത്താക്കപ്പെടും അൻ യൽബസ, അദ്ദേഹം താമസിക്കൽ ഹത്താ തൻസരിഫ നിസാഉ, സ്ത്രീകൾ പിരിഞ്ഞു പോകുന്നത് വരെ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ മൗലവി കിട്ടിപ്പോയി പെണ്ണ് വള്ളി പോകാന്ന് കിട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നെ വിശദീകരിക്കുന്നുണ്ട്. ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല, അത് ഇൻഷാ അല്ലാഹ് പിന്നെ വിവരിക്കും. അപ്പൊ വൈദാ അറാദ അൻ യൻസരിഫ ഇത് പറയുന്നത് എവിടെയാ? മുഹദ്ദബിന്റെ ഈ ഇബാറത്ത് ഇമാം നവവി റളിയല്ലാഹു അൻഹു കൊടുക്കുന്നത് എവിടെയാ? ഇമാം 5 നേരത്തെ നിസ്കാരത്തിനും മഅ്മൂമിങ്ങളിലേക്ക് മുഖമാക്കി ദുആ ചെയ്യൽ സുന്നത്താണ് എന്നതാണ് സത്യം എന്ന് പറഞ്ഞതിന് ശേഷമാണ് 488ാമത്തെ പേജിൽ ആദ്യത്തെ ഖണ്ഡികയിൽ ഞാൻ പറഞ്ഞ വിഷയം പറഞ്ഞു. രണ്ടാമത്തെ ഖണ്ഡികയിൽ സുബഹിന്റെയും അസറിന്റെയും ശേഷം ഒരു മുസാഫഹത്ത് നടത്തുന്ന പരിപാടിയുണ്ട്, പിരിഞ്ഞു പോകുമ്പോ അതിന്റെ നിയമം പറഞ്ഞു. അതിന്റെ ശേഷം ദിക്റും ദുആയും ഒക്കെ ധാരാളം ചൊല്ലൽ നല്ലതാണ് എന്ന് വേറൊരു ഫർഅ് പറഞ്ഞു. അതും കഴിഞ്ഞിട്ടാണ് പിന്നെ പറയുന്നത് ഇമാം പിരിഞ്ഞു പോകാൻ ഉദ്ദേശിച്ചാൽ പെണ്ണുങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് പിരിഞ്ഞു പോണ്ട, അല്ല അവിടെ തന്നെ ഇരുന്ന് അദ്ദേഹം നല്ല കാര്യങ്ങൾ ദിക്റും ദുആയും ഒക്കെ നടത്തട്ടെ. അതിന് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ഹദീസ് അതിന്റെ തെളിവും ഉദ്ധരിച്ചു. അതിനെ സംബന്ധിച്ച് മഹാനവറുകൾ പിന്നീട് അതിന്റെ വിശദീകരണം നൽകി. ആ വിശദീകരണം നൽകുന്ന സ്ഥലത്ത് ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല ശാഫിഈ വൽ അസ്ഹാബു റഹിമഹുമുല്ലാഹു തആല യുസ്തഹബ്ബു ലിൽ ഇമാമി ഇദാ സല്ലമ അൻ യഖൂബ മിൻ മുസല്ലാഹു അഖിബ സലാമിഹി, ഇമാം സലാം വീട്ടിയ ഉടനെ ഇമാമിനെ എഴുന്നേൽക്കൽ സുന്നത്താക്കപ്പെടുമെന്ന് ശാഫി ഇമാം റളിയല്ലാഹു അൻഹുവും അനുയായികളും പറഞ്ഞിട്ടുണ്ട്. ഇദാ ലം യകുൻ ഖൽഫഹു നിസാഉൻ, സ്ത്രീകളില്ലെങ്കിൽ. എന്നിട്ട് മഹാനവറുകൾ എന്ത് പറഞ്ഞു? മൗലവി അതിന്റെ ബാക്കി മൂടി വെച്ചു. കാരണം മൗലവി മൂടി വെച്ച എന്തിനാണ്? അതെന്തിനാണ് പറഞ്ഞത് എന്നത് ജനങ്ങൾക്ക് മനസ്സിലാകാതിരിക്കാൻ അതിന്റെ ബാക്കി മൗലവി കട്ടുവെച്ചു. ആ കട്ടുവെച്ച വാക്കാണ് ഞാൻ വായിക്കുന്നത്, കേട്ടോളൂ. ഹാകദാ ഖാലഹു ശാഫിഈ, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞു. ഫിൽ മുഖ്തസർ, മുഖ്തസർ എന്ന കിതാബിൽ പറഞ്ഞു. വതഫഖ അലൈഹി അസ്ഹാബു, അതിൽ പണ്ഡിതന്മാരൊക്കെ യോജിച്ചു. വഅല്ലലഹു ശൈഖ് അബൂ ഹാമിദ് വൽ അസ്ഹാബു, ശാഫി ഇമാമിന്റെ ശിഷ്യന്മാരും അബൂ ഹാമിദ് റളിയല്ലാഹു അൻഹു എല്ലാം അതിന് കാരണം പറഞ്ഞു. ഇമാമ് എഴുന്നേൽക്കണം എന്ന് പറഞ്ഞത് കാരണം പറഞ്ഞു. ഇല്ലത്തിന് 2 കാരണം പറഞ്ഞു. ഇഹ്ദാഹുമാ, ഒരു കാരണം ലഅല്ലാ യസുക്ക ഹുവ ഔ മൻ ഖൽഫഹു ഹൽ സല്ലമ അം ലാ, ഇയാളെ തന്നെ അതേ ഇരുത്തവിടെ ഇരുന്നാലേ കുറച്ച് ഇയാൾ പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് തന്നെ ഒരു സംശയം വരും, ഞാനാകെ സലാം വീട്ടിനോ വീട്ടിയിട്ടില്ലേ. കിബിലക്ക് തിരിഞ്ഞ് അതേ ഇരുത്തിരുന്നാൽ ചിലപ്പോൾ പുറത്തേക്ക് പോയിട്ടുണ്ട്, അയാൾക്ക് തന്നെ സംശയമായിരിക്കും, ഞാൻ സലാം വീട്ടിനോ വീട്ടിയില്ലേ. അല്ലെങ്കിൽ ചിലപ്പോൾ വേറൊരാൾ ഇയാൾ കിബിലക്ക് തിരിഞ്ഞ് തന്നെ ഇരിക്കുകയാണെങ്കിൽ ഇയാൾ ഇമാം സലാം വീട്ടിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഈ സംഗതി ഉള്ളതാണ് ഒരു കാര്യം. അതാണ് ഹൽ സല്ലമ അംല വസാനിയതു അല്ലാ യദ്ഖുല ഗരീബുൻ ഫയദുല്ലഹു ബഅദു ഫി സ്വലാത്തി ഫയഖ്തദി ബിഹി. അപ്പൊ വേറൊരാൾ കയറി വന്ന പുതിയൊരാൾ കയറി വന്നാൽ ഇയാൾ നിസ്കാരത്തിലാണ് വിചാരിച്ച് തുടർന്നു പോകാൻ സാധ്യതയുണ്ട്. അമ്മായിരാക്കാന ഖൽഫഹു നിസാഉൻ ഫയുസ്തഹബു അൻ യൽബസ ബഅദ സലാമിഹി, എന്നാൽ സ്ത്രീകൾ ഉണ്ടെങ്കിൽ അയാൾ അവിടെ തന്നെ ആണ് സുന്നത്ത് എന്നും പറഞ്ഞിട്ട് പറയാണ് ബഹുമാനപ്പെട്ടവർ. ഈ 2 കാരണമാണ് ഇതിനുള്ളത്. ആ 2 കാരണമായതുകൊണ്ട് തന്നെ ഇമാം അദ്റായി റളിയല്ലാഹു അൻഹു അതിന്റെ വിശദീകരണം നൽകിയത് ഈ ഇബാറത്ത് ഉദ്ധരിച്ചുകൊണ്ട് തന്നെ ഇമാം ഖതീബ് ശർബീനി റളിയല്ലാഹു അൻഹു മുഗ്നിയിൽ പറഞ്ഞത് കാണാം. ഈ 2 കാരണത്തിന്റെ കാരണം വിവരിച്ചുകൊണ്ട് പറയാണ്, അത് തിരിഞ്ഞിരുന്നാലും മതിയല്ലോ, എഴുന്നേറ്റ് നിൽക്കണമെന്നില്ലല്ലോ. തിരിഞ്ഞിരുന്നാലും അയാൾ നിസ്കാരത്തിലല്ല എന്ന് മനസ്സിലാവുമല്ലോ, കുറച്ച് കഴിഞ്ഞാൽ ഞാൻ നിസ്കാരത്തില്ല എന്ന് അയാൾക്ക് ഉറപ്പാവുമല്ലോ. അതുകൊണ്ട് തിരിഞ്ഞിരുന്നാലും ഈ നൃത്തത്തിന്റെ സ്ഥാനത്ത് തിരിഞ്ഞിരിക്കലും മതിയാകും, തിരിഞ്ഞാലും മതിയാകും എന്ന് ഇതേ വിഷയം വിവരിച്ചുകൊണ്ട് ഖതീബ് ശർബീനി റളിയല്ലാഹു അൻഹു വിവരിക്കുന്നുണ്ട്. ഇനി ഇരിക്കട്ടെ, ഇതിന്റെ ഈ ഭാഗം മൗലവി കട്ടുവെച്ചു. ഇനി അതിന്റെ പുറമെ മൗലവി കത്ത മറ്റൊരു ഭാഗം എന്താണ്? ഏറ്റവും ബഹുമാനമുള്ള രൂപം എന്താണ് ഇമാമിന്? അത് ഇമാം നവവി റളിയല്ലാഹു അൻഹു അതിന്റെ ശേഷം വിവരിക്കുന്നുണ്ട്. അതും മൗലവി കട്ടു. എന്താണ്? കേട്ടോളൂ. ഫർഉ ഇദാ അറാദ അൻ യൻഫത്തില ഫിൽ മിഹ്റാബി,
മിഹ്റാബിൽ തന്നെ നിസ്കാരത്തിൽ നിന്ന് തിരിഞ്ഞിരിക്കൽ ഇമാമ് ഉദ്ദേശിച്ചാൽ, വയുഖ്ബില അലന്നാസി ജനങ്ങളിലേക്ക് മുന്നിടാനും ഉദ്ദേശിച്ചാൽ, ലിദ്ദിക്രി വദ്ദുആഇ ദിക്റിനും ദുആക്കും വേണ്ടി മുന്നിടാനും ഉദ്ദേശിച്ചാൽ, വഗൈരിഹിമ മറ്റു കാര്യത്തിനു വേണ്ടിയും ഉദ്ദേശിച്ചാൽ, ജാസ അൻ യൻഫതില കൈഫ ശാഅ അയാൾ ഉദ്ദേശിച്ച പോലെ അയാൾക്കത് ചെയ്യാവുന്നതാണ്. വഅമ്മൽ അഫ്ളലു അപ്പോൾ ഏറ്റവും ബഹുമാനമുള്ള രൂപം, ഇമാം തിരിഞ്ഞിരിക്കുമ്പോ ഇമാം മിഹ്റാബിൽ നിന്ന് തന്നെ ദിക്റും ദുആയും നടത്തുമ്പോ അയാൾക്ക് ഏറ്റവും ബഹുമാനമുള്ള രൂപം. ഫഖാലൽ ബഗവിയു ഇമാം ബഗവി റളിയല്ലാഹു അൻഹു പറയാണ്, അൽ അഫ്ളലു ഏറ്റവും ബഹുമാനമുള്ള രൂപം അയ്യംഫതില യമീനിഹി വലത്തോട്ട് പിരിയലാണ്. വഖാല ഫീ കൈഫിയതിഹി വജ്ഹാനി അതിൽ രണ്ട് രൂപമാണ് പറഞ്ഞിട്ടുള്ളത്. അഹദുഹുമാ അതിൽ ഒന്നാമത്തത് വബിഹി ഖാല അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആ അഭിപ്രായമാ പറഞ്ഞത്, യുദ്ഖിലു യമീനഹു ഫിൽ മിഹ്റാബി വയസാറഹു ഇലൻ നാസി ഇടത് ഭാഗം മൗമൂമിങ്ങളിലേക്കും അതേസമയത്ത് വലത് ഭാഗം മിഹ്റാബിലേക്കുമാക്കിയിരിക്കണം. വയജ്ലിസു അലാ യമീനിൽ മിഹ്റാബി മിഹ്റാബിന്റെ വലത് ഭാഗത്തേക്ക് തെറ്റിയിരിക്കണം. വസാനി രണ്ടാമത്തേത് വഹുവൽ അസഹു അതാണ് ഏറ്റവും ശരി. യുദ്ഖിലു യസാറഹു ഫിൽ മിഹ്റാബി ഇടത് ഭാഗം മിഹ്റാബിലേക്ക് കടത്തണം. വയമീനഹു ഇലൽ ഖൗമി വലത് ഭാഗം ജനങ്ങളിലേക്കുമാക്കണം. വയജ്ലിസു അലാ യസാരിൽ മിഹ്റാബി മിഹ്റാബിന്റെ ഇടത് ഭാഗത്ത് അദ്ദേഹം തെറ്റിയിരിക്കണം. ഹാദാ ലഫ്ലുൽ ബഗവി ഇതാണ് ഇമാം ബഗവി റളിയല്ലാഹു അൻഹുവിന്റെ വാചകം. ഫി തഹ്ദീബിൽ വജസമൽ ബഗവി ഫി ശറഹ് സുന്നത്തി ശറഹ് സുന്നയിൽ ഇമാം ബഗവി മുറിച്ചു പറഞ്ഞിട്ടുണ്ട്. ബിഹാദ സാനി രണ്ടാമത്തെ അഭിപ്രായം കൊണ്ട് വസ്തദല്ലഹു അതിൽ അദ്ദേഹത്തിന് തെളിവെന്താണ് ബിഹദീസിൽ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു ബറാഉൽ ബിൻ ആസിബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഖാല മഹാനവറുകൾ പറഞ്ഞു, കുന്നാ ഇദാ സല്ലൈന ഞങ്ങൾ നിസ്കരിച്ചപ്പോ ഖൽഫ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിന്റെ പിന്നിൽ ഞങ്ങൾ നിസ്കരിച്ചപ്പോ അഹ്ബബിന ഞങ്ങൾ ഇഷ്ടപ്പെട്ടു അന്നകൂന അൻ യമീനിഹി ഞങ്ങൾ വലത് ഭാഗത്താകലിനെ ഇഷ്ടപ്പെട്ടു. യുഖ്ബിലു അലൈനാ ബിവജ്ഹിഹി വലത് ഭാഗത്താകുമ്പോൾ നബിയുടെ മുഖം ഞങ്ങളിലേക്ക് മുന്നിടും. അപ്പൊ നമ്മളെ പള്ളിയിൽ നമ്മൾ വലത്തോട്ട് തിരിഞ്ഞിരുന്നാല് അപ്പം മുഖം വലത്ത് ഭാഗത്തുള്ളവർക്ക് നേരെ ഉണ്ടാവുക. അപ്പൊ ഞങ്ങൾ സഹാബികൾക്ക് നബിന്റെ മുഖം ഇങ്ങനെ കാണാൻ വേണ്ടി ഞങ്ങൾ വലത്ത് ഭാഗത്ത് പോയിട്ടാ നിൽക്കുക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം കാണാൻ കഴിയും തിരിഞ്ഞിരുന്നാല് എന്ന് സഹാബികൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഹദീസാണ് ബഗവി ഇമാം തെളിവ് പറയുന്നത്. ഇമാം നവവി പറഞ്ഞു അതുകൊണ്ട് അതാണ് ഏറ്റവും ശരി. അപ്പൊ വലത് ഭാഗം മൗമൂമിങ്ങളിലേക്കും ഇടത് ഭാഗം ഖിബ്ലയിലേക്കുമാക്കി തിരിഞ്ഞിരിക്കലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പതിവ്. അതാണ് ഏറ്റവും അഫ്ളലായ രൂപം എന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു ഈ ശറഹുൽ മുഹദ്ദബിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഉദ്ധരിച്ചിട്ടാ പറഞ്ഞത്. അത് മൗലവി നാദാപുരത്ത് കട്ടുവെച്ചു. മുമ്പിൽ ആകട്ട് വായിച്ച മൗലവിമാരെ പിൻഗാമിയാണല്ലോ, ആ പിൻഗാമി വന്നിട്ട് ഇവിടെയും കട്ടുവെച്ചു. അപ്പൊ ശറഹുൽ മുഹദ്ദബിന്റെ ആദ്യവും കട്ടു, അവസാനവും കട്ടു, മധ്യവും കട്ടു. എന്നിട്ട് ശറഹുൽ മുഹദ്ദബിൽ ഊപ്പർ ഉദ്ധരിക്കുന്നത് ഇനി നിങ്ങളൊന്ന് കേട്ടോളി. ഊപ്പർ ആ സമയത്താ പറഞ്ഞ് ശരിക്ക് പഠിച്ചു വെച്ചോ. ആദ്യവും കട്ട് അവസാനവും കട്ട് അർത്ഥവും മാറ്റിയിട്ടാ മൗലവി പറഞ്ഞ് ശരിക്ക് പഠിച്ചു വെച്ചോ. അത് കേട്ടോളികൾ ശരിക്ക് പഠിച്ചു വെക്കൽ ശരിക്ക് പഠിച്ചു വെച്ചോളി മൗലവിന്റെ കളവ്. ഷാഫി ഇമാമിന്റെ അഭിപ്രായം രേഖപ്പെടുത്തുന്നത് കണ്ടോ. ഖാല ശാഫിഈ വൽ അസ്ഹാബ് റഹിമഹുമുല്ലാഹു തആല ശരിക്ക് പഠിച്ചോ. ഷാഫി ഇമാമും അദ്ദേഹത്തിന്റെ അനുയായികളും ഒക്കെ പറയുന്നു, യുസ്തഹബ്ബു ലിൽ ഇമാമി ഇമാമിന് ഏറ്റവും നല്ലതാണ്, സുന്നത്താക്കപ്പെടും, ഇദാ സല്ലമ സലാം വീട്ടിക്കഴിഞ്ഞാൽ അൻ യഖൂമ മിൻ മുസല്ലാഹു നിസ്കരിച്ച സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് പോകൽ. അതെ, എഴുന്നേറ്റ് പോകൽ എന്ന് അർത്ഥവും വെച്ച്. അപ്പൊ എഴുന്നേൽക്കൽ എന്നതിന് എഴുന്നേറ്റ് പോകൽ എന്ന് അർത്ഥവും വെച്ച് എന്നിട്ട് മൗലവി ചെയ്തു ശറഹുൽ മുഹദ്ദബിന്റെ ആദ്യത്തിൽ 5 നേരത്തെ നിസ്കാരത്തിൽ ഇമാമ് ജനങ്ങളിലേക്ക് തിരിഞ്ഞിരുന്ന് ദ്വാരക്കൽ സുന്നത്താണെന്നല്ലേ അതും മൂടിവെച്ച് അവസാനത്തിൽ ഏറ്റവും അഫ്ളലായ രൂപം വലത് ഭാഗം മൗമൂമിങ്ങളിലേക്കും ഇടത് ഭാഗത്ത് മിഹ്റാബിലേക്കും ആക്കലാണ്. എന്നിട്ട് മിഹ്റാബിന്റെ ഇടത് ഭാഗത്ത് തെറ്റിയിരിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞതും മൂടി വെച്ചോ. എന്നിട്ട് എന്ത് പറഞ്ഞു? ശരിക്ക് പഠിച്ചോ. എന്നാ വെക്കേണ്ടത്? ഈ മൗലവി പറയുന്നത് ഒന്നും വിശ്വസിച്ചുകൂടാ, അത് ശരിക്ക് പഠിച്ചു വെച്ചോ. ശരിക്ക് പഠിച്ചു വെച്ചോ നാം മുപ്പരടക്ക് പറഞ്ഞ് എനിക്ക് കേൾക്കണോ നിങ്ങൾക്ക്? അപ്പോ അർത്ഥം അയ്യപ്പൂമക്ക് അവിടെയും മാറ്റി വെച്ചു, എഴുന്നേറ്റ് പോകൽ എന്നർത്ഥം വെച്ചു. തുഹ്ഫയിൽ മൂപ്പരർത്ഥം മാറ്റി നോക്കിക്കോളൂ. ഒരർത്ഥം മാറ്റിയത് നേരത്തെ ഞാൻ കേൾപ്പിച്ചു, അയ്യപ്പൂമന്റെ അർത്ഥം മാറ്റി. ഇനിയിപ്പോ മൂപ്പരത് ആ അർത്ഥമാണ് ഫസ്സുന്നത്തു എന്നുള്ള തുഹ്ഫയിലെ ഇബാറത്തിന്
അർത്ഥം മാറ്റുന്നത് കണ്ടോളി. ഇമാം അങ്ങനെ എഴുന്നേറ്റ് പോകാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ പിന്നെ ഫസ്സുന്നത്തു ലഹു, എങ്കിൽ പിന്നെ അയാൾക്ക് ഈ അഫ്ദലായ കാര്യം ഒഴിവാക്കിയാൽ പിന്നെ അയാൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം എങ്ങനെ? അയാള് വലതുഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കലാണ്, വലതുഭാഗം മഅ്മൂമീങ്ങളുടെ നേരെ, അല്ലേ? അപ്പൊ കേട്ടോ, അഫ്ളൽ ഒഴിവാക്കിയാല് ഇമാമ് എഴുന്നേറ്റ് പോകാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ഫസ്സുന്നത്തു, എന്താ അർത്ഥം? അഫ്ളലായ രൂപം അയാൾ ഒഴിവാക്കിയാല് അയാൾക്ക് ശ്രേഷ്ഠമായ രൂപം അയാൾ വലതു ഭാഗം മൗമൂമികളിലക്കലാണ്. അപ്പൊ സുന്നത്തിന്റെ അർത്ഥം എന്നാ? ശ്രേഷ്ഠമായത്. മറ്റേതോ അഫ്ളല്. എന്റെ മൗലവി, ഈ അഫ്ളലുൽ ഉലമ എന്നൊരു സാധനം ഉണ്ടല്ലോ, അതെങ്കിലും ഒന്ന് മനസ്സിലാക്കിക്കൂടായിരുന്നു. അഫ്ളല് ആകെയിൽ മൗലവിമാർക്ക് പഠിക്കാനുള്ള സംഗതിയാണ് അഫ്ളല്. അതും പഠിച്ചില്ലല്ലോ. അഫ്ളലിന്റെ അർത്ഥം ശ്രേഷ്ഠമെന്ന്, ഫസ്സുന്നത്തിന്റെ അർത്ഥം ശ്രേഷ്ഠമെന്നല്ല. ഫസ്സുന്നത്തിന്റെ അർത്ഥം നബിയും സഹാബത്തും ചെയ്തു വന്ന നടപടിയിനാണ്. അതാ സുന്നത്ത്. ഫസ്സുന്നത്തു എടുത്താ കൂലിയിട്ടുന്നത്, ഒഴിച്ചാൽ തെറ്റില്ലാത്തത്, അങ്ങനെ സാങ്കേതികമായിട്ട് അതിന്റെ അർത്ഥമുണ്ട്. ഇപ്പൊ ഫസ്സുന്നത്തിന്റെ അർത്ഥം പിന്നെ ശ്രേഷ്ഠമെന്നല്ല, സുന്നത്തായ രൂപമെന്ന. ഫസ്സുന്നത്തു അതിന്റെ അർത്ഥം മാറ്റിയിട്ട് മൂപ്പര് പിന്നെ ശ്രേഷ്ഠമായ കാര്യം അർത്ഥാക്കി. അപ്പൊ ഫസ്സുന്നത്തുവിന്റെ അർത്ഥം മാറ്റി.